വേദപുസ്തകത്തിലെ ഏറെ പ്രാവചനിക പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് വേദഭാഗങ്ങൾ ഈ ഉപസംഹാര രാത്രിയിൽ നിങ്ങളുമായി പങ്കുവെച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളും, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളും, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാമത് വാക്യവും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. വെളിപ്പാട് പുസ്തകം 20:11 കൂടെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. ഒരു നിമിഷം തലകളെ വണക്കാം, കരങ്ങളെ ഉയർത്താം, പ്രാർത്ഥിക്കാം. എല്ലാ നാവുകളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവത്തിലേക്ക് ഉയരട്ടെ. കൃപ ലഭിച്ച ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥിക്കുന്നു വഹിക്കാട്ടെ. ഇന്ന് രാത്രിയിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന രാത്രിയാകണം. ഈ രാത്രിയിൽ നാഥന്റെ കരം ചില വിടുതലിനായി ചലിച്ചുയരുന്ന രാത്രിയാകണം. കർത്താവിന്റെ കരം ചില പ്രിയപ്പെട്ടവരുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണം. ഇതിനകത്ത് ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ അഭിഷേകത്തിന്റെ അധികാരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിന്റെ ശക്തികളെ കാൽവറിയിൽ തകർത്ത ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരുടെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വചനത്തിന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. നിത്യതയ്ക്കായി ചില കണ്ണുകൾ തുറക്കുന്ന രാത്രിയാകട്ടെ. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തി ഇവിടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രി വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് ഒരിക്കൽ കൂടെ കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധ മതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഗീതകൾ, സ്മൃതികൾ, ഇങ്ങനെ എത്രയോ മതഗ്രന്ഥങ്ങൾ ലോകത്തിലുണ്ട്. ഇതര മതഗ്രന്ഥങ്ങളെക്കാൾ വേദപുസ്തകത്തിന്റെ സവിശേഷത എന്താണ്? ഇതര മതഗ്രന്ഥങ്ങളെ പോലെ കേവലം ഒരു മതഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിളെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പ്രശംസയ്ക്ക് അർഹതയില്ല. ആയിരക്കണക്കിന് വിശുദ്ധന്മാർ ഇതിനു വേണ്ടി ജീവാർപ്പണം ചെയ്തത്. ഇത് കേവലം ഒരു മതഗ്രന്ഥമെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകം പ്രശംസയോടെ പറയാൻ ഒന്നുമില്ല. അത് കേവലം ജലരേഖകൾ മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ ലോക ചരിത്രം കണ്ടിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ കിടയറ്റ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെന്ന് ശിരസുയർത്തി പറയുന്ന ദൈവമക്കൾ അത് പറയാൻ കാരണം ഇതിന്റെ സത്യനില, ഇതിന്റെ ആധികാരികത്വം, ഇതിന്റെ ദിവ്യാത്മ പ്രേരണ, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ സത്യസന്ധത മുഴുവൻ പ്രവചനങ്ങളുടെ നിറവേറലിൽ അധിഷ്ഠിതമാണ്. സ്തോത്രം. രാത്രി പറയട്ടെ, നിറവേറിക്കഴിഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നതും നിറവേറൽ കാത്തു കിടക്കുന്നതുമായ നിരവധി പ്രവചനങ്ങളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം ആധികാരികമായി അടിത്തറയിട്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു ഗ്രന്ഥം ലോക ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് പോലും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അതിന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ, നമുക്കറിയാം യുഗത്തിന്റെ അന്ത്യവേള അടുക്കുമ്പോൾ ചരിത്രം ഏതൊരു ദിശയിൽ തിരിയും എന്നും അത് ശാസ്ത്രീയ വസ്തുതകളോട് നീതി പുലർത്തുന്നതായിരിക്കുമോ എന്നും കൃത്യമായി എഴുതിയ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കാൻ തുടങ്ങുന്ന ഒരു മഹായുദ്ധത്തിന്റെ ചിത്രം യെഹെസ്കേൽ പ്രവചനം 37-38 അധ്യായങ്ങളിൽ 38ാം അധ്യായത്തിന്റെ പ്രധാന പശ്ചാത്തലത്തിലുണ്ട്. യുദ്ധം നടക്കുന്ന സമയം, യുദ്ധത്തിന്റെ കക്ഷികൾ, യുദ്ധത്തിന്റെ എതിർ ഗ്രൂപ്പ്, യുദ്ധം തുടക്കുന്ന സ്ഥലം, യുദ്ധത്തിന് അണ്വായുധം ഉപയോഗിക്കപ്പെടുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം അവിടെ ഉത്തരമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇന്ന് രാത്രി കടക്കുന്നില്ല. എന്നാൽ നടക്കാൻ തുടങ്ങുന്ന മഹായുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആയുധത്തെ കുറിച്ച് പരാമർശനം തിരുവെഴുത്തിലുണ്ട്. ആ തിരുവെഴുത്തിൽ ഇതാണ് കൊടുത്തിരിക്കുന്ന പരാമർശനം: യുദ്ധഭൂമിയിൽ കത്തി വീഴുന്ന അസ്ഥിയിലേക്ക്
മനുഷ്യന് കൈകൊണ്ട് തൊടാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിഭാസം സംഭവിക്കുന്ന ഒരു തരം ആയുധം യുഗത്തിന്റെ അന്ത്യത്തിൽ ഉപയോഗിക്കപ്പെടും എന്നാണ് ബൈബിൾ പ്രവചനം. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു ചരിത്രകാരൻ ചില വസ്തുതകളെ കുറിച്ച് 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ഹിരോഷിമയിലെ അണ്വായുധ പ്രയോഗത്തെ സംബന്ധിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു ചരിത്രരേഖ ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം കുറിച്ചിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. അത് വെളുപ്പിനെ ആ ഓഗസ്റ്റ് മാസം 6-ാം തീയതി കറുത്ത തിങ്കളാഴ്ച, 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി കറുത്ത തിങ്കളാഴ്ച, ആ പ്രഭാതത്തിൽ വെളുപ്പിനെ ഒരു 8-7:30 ആയപ്പോൾ ഹിരോഷിമയുടെ മഞ്ഞു മൂടുന്ന മുകൾ പരപ്പിലൂടെ ഒരു വിമാനം പാറിപ്പറക്കുന്നു. 2 വൈമാനി വിമാനങ്ങൾ ഇടത്തും വലത്തുമുണ്ട്. എന്നാൽ ഹിരോഷിമയുടെ മുകൾ പരപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പക്ഷി മുട്ടയിടുന്നത് പോലെ ചെറുനാരിഞ്ഞ വലിപ്പത്തിൽ ഒരു സാധനം 13.5 കിലോടൺ ഭാരമുള്ള അണ്വായുധം താഴേക്ക് ഇറങ്ങി 36,000 അടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത് കുട പോലെ വിരിഞ്ഞു. നീലയായി, പച്ചയായി, വെള്ളയായി, മഞ്ഞയായി ഒരു രാക്ഷസൻ നട്ടുവളർത്തിയ ഭീമാകാരമായ കൂടിന്റെ രൂപം പൂണ്ടു എന്നാണ് സാഹിത്യശൈലി എഴുതിയിരിക്കുന്നത്. കുട വിരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം നിരപരാധികളെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ട് ഈ കൂൺ താഴേക്ക് കുട താഴ്ത്തി. നിങ്ങൾക്കറിയാം, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു വെള്ളക്കാരൻ 60 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നും ഒരു കാറിൽ അതിവേഗം ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് ഓടിയെടുക്കുകയാണ്, വാഹനത്തിൽ പോകുകയാണ്. അയാൾ ഒരു പട്ടാള ഗ്രൂപ്പിന്റെ മുൻപിലെത്തി. പട്ടാള ഗ്രൂപ്പിന്റെ മുൻപിലെത്തിയപ്പോൾ ഇതാ ഏതാണ്ട് 2 പടയാളികൾ കത്തിക്കരിഞ്ഞ ശരീരത്തോടെ ഓടി വരികയാണ്. അവർ കതച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ 18 പേരായിരുന്നു, ബാക്കിയുള്ള 16 പേരും ഞങ്ങൾക്ക് മുൻപിൽ യാത്ര ചെയ്തു. സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ അടുക്കുകയായിരുന്നു. ഇത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൺമുൻപിൽ പോയ 17 പേരുടെയും തല മുട്ട പൊരിയുന്നത് പോലെ പൊരിയുന്നത് ഞങ്ങൾ കണ്ടു. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവരുടെ കണ്ണുകൾ ഞങ്ങൾ നോക്കി നിൽക്കെ തടത്തിലൂടെ ഉരുകി ഒലിച്ചു. അവരുടെ നാക്ക് വായിൽ നിന്നും ഉരുകി താഴേക്ക് ഒഴുകുന്നത് ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് ലിറ്ററലായി നോക്കി നിൽക്കുകയായിരുന്നു. നിൽക്കുന്ന സമയം തന്നെ അവർ ഉരുകി താഴേക്ക് ഇറങ്ങി. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കണ്ണുകൾ തടത്തിൽ വെച്ച് ഉരുകി ഒലിക്കുകയും വായിൽ നിന്ന് നാക്ക് ഉരുകി താഴേക്ക് ഒഴുകുകയും ചെയ്യത്തക്ക ആയുധം ഉപയോഗിക്കുന്ന ഒരു കാലം ചരിത്രത്തിൽ സംഭവിക്കുമെന്ന് എഴുതി വെച്ച വചനമാണ് സക്കറിയ പ്രവചനത്തിൽ നമ്മുടെ കയ്യിരിക്കുന്ന ദൈവത്തിന്റെ വചനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ പറയുന്ന കാര്യങ്ങൾ സങ്കല്പമല്ല, കോട്ടയം പുഷ്പരാജിന്റെ ഡിറ്റക്റ്റീവ് നോവലിലെ കൊട്ടേഷൻ അല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ നിശ്ചയമായും ഇത് യാഥാർത്ഥ്യമായി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്, ഇത് നിശ്ചയമായി സംഭവിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അണ്വായുധ പ്രയോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യന് മനസ്സിലായ അതിപ്രധാനമായ കാര്യമുണ്ട്. ഞാൻ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന ഭാഗത്ത് ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് ആ അണ്വായുധ പ്രയോഗത്തിന്റെ ചിത്രം കാണുവാൻ കഴിയും. എന്നാൽ ഈ അണ്വായുധ പ്രയോഗം കഴിഞ്ഞ് ഈ കത്തി വീണ വസ്തുക്കളിൽ വ്യാപിക്കുന്ന റേഡിയേഷൻ മുഖാന്തരം ശരീരത്തിൽ സംഭവിക്കുന്ന മാരകമായ ചില വ്യതിയാനങ്ങളുണ്ട്. ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രോം എന്നാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇതിന് 7 മാസത്തോളം ആറ്റമിക് റേഡിയേഷൻ വികിരണം ചെയ്യുവാൻ കത്തി വീണ അസ്ഥിഘടനകൾക്ക് ശക്തിയുണ്ട്. അസ്ഥിഘടനകളിൽ നിന്നും 7-8 മാസം വരെ ആറ്റമിക് റേഡിയേഷൻ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധഭൂമിയിൽ ആറ്റമിക് തലത്തിൽ കത്തി വീണ ഒരു അസ്ഥി മനുഷ്യന് കൈകൊണ്ട് തൊടാൻ പാടില്ല. വിദഗ്ധ സംഘം വന്ന് ഈ അസ്ഥി അവിടെ നിന്ന് എടുത്ത് വിദഗ്ധമായി അടക്കേണ്ട രംഗം ദൈവത്തിന് സ്തോത്രം ഉണ്ട്. നിങ്ങൾ ഓർക്കണം, ഒരു ആറ്റമിക് റേഡിയേഷന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഹിരോഷിമയിലെ സംഭവത്തിന്റെ ചിത്രമാണ്. എന്നാൽ ആ അസ്ഥി നേരിട്ട് കൈകൊണ്ട് തൊടാതെ ആ അസ്ഥി നേരിട്ട് തൊട്ടാൽ റേഡിയേഷൻ ബാധിക്കത്തക്ക വിധത്തിൽ ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രോം എന്നറിയപ്പെടുന്ന മാരകമായ രോഗാവസ്ഥ ഉണ്ടാകുന്നതിനാൽ അസ്ഥി എടുക്കാൻ വിദഗ്ധ സംഘം വരേണ്ടി വരും എന്നുള്ള ആധുനിക കണ്ടുപിടുത്തം നമ്മുടെ കൺമുമ്പിലിരിക്കുമ്പോൾ ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കറുത്ത ബൈൻഡിട്ട ഈ ബൈബിളിൽ ശാസ്ത്രത്തിന്റെ ശൈശവ ദിശയിൽ ഇത്തരം ആയുധം പ്രയോഗിക്കുന്ന മണ്ണിൽ അസ്ഥികൾ നേരിട്ട് കൈകൊണ്ട് തൊടാതെ വിദഗ്ധ സംഘം എടുക്കുന്ന കാലം വരുമെന്ന് എഴുതി വെച്ച വചനം കൈകളിലിരിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾ തിരിച്ചറിയണം ഇതിന്റെ പുറകിൽ ഏത് കരമാണ് ചലിക്കുന്നതെന്ന്. ഒന്ന് വായിച്ചേ, യെഹെസ്കേൽ പ്രവചനം 37
59:14-15 ശ്രദ്ധിച്ചു വായിക്കുക. എന്നിട്ട് വേണം ഇത് ശാസ്ത്രീയമായി യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ. പെട്ടെന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന്. യഹസ്കേൽ പ്രവചനം 39:14-15 വേഗം ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്നവർ നിത്യവൃത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. കണ്ടോ, നേരിട്ട് കൈ കൊണ്ട് അസ്ഥി തൊടില്ല. യുദ്ധഭൂമിയിൽ കത്തി വീണ അസ്ഥിയിൽ നേരിട്ട് കൈ കൊണ്ട് തൊടില്ല. എന്താ തൊടാത്തെ? കഴുത്ത് വെട്ടിയും കല്ലെറിഞ്ഞും കുറ്റവാളികളെ കൊല്ലുന്ന കാലത്ത്, അമ്പും വില്ലും കൊണ്ട് യുദ്ധം നടത്തുന്ന കാലത്ത്, വരാൻ തുടങ്ങുന്ന യുഗാന്തി യുദ്ധത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്ന ആയുധത്തിൽ കത്തി വീണ അസ്ഥികൾ നേരിട്ട് കൈകൊണ്ട് തൊടത്തില്ലെന്നും അത് വിദഗ്ധ സംഘം വന്ന് അവിടുന്ന് എടുക്കണമെന്ന് എഴുതി വെച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി കാണ്. എന്റെ കയ്യിലിരിക്കുന്ന വചനത്തിന്റെ പുറകിൽ ആധികാരികതയുണ്ടെന്ന് ഓർത്ത് എനിക്ക് എന്റെ ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയുടെ പ്രസംഗിക്കുന്ന വിഷയം സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃപ ലഭിച്ച ദൈവജനമേ, ഒരു നാൾ ന്യായവിധി ദിനത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന ഭയത്തോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. വെളിപ്പാട് പുസ്തകത്തിലെയും ദാനിയേൽ പ്രവചനത്തിലെയും സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം ഒരു അന്ത്യഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി അധിക നാൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകില്ല. നമുക്കറിയാം, ദാനിയേൽ പ്രവചനത്തിൽ ഏതാണ്ട് 4 പ്രത്യേക സ്ഥാനത്ത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം പ്രവാസ ചരിത്ര വർണ്ണനയാണ്. 2-ാം അധ്യായം ചതുർവിധ ലോകനിർമ്മിതമായ ബിംബത്തിന്റെ ദർശനമാണ്. 3-ാം അധ്യായം ഒരു വൃക്ഷ ദർശനമാണ്. 4-ാം അധ്യായം ഒരു സ്വർണ്ണബിംബത്തിന്റെ ചിത്രമാണ്. 5-ാം അധ്യായം മെനെ ഫാർസി എന്ന ദൈവകോടതിയുടെ കയ്യെഴുത്താണ്. 6-ാം അധ്യായം ദാനിയേൽ സിംഹ ഗുഹയിലാണ്. 7-ാം അധ്യായം 4 വന്യമൃഗങ്ങളുടെ ദർശനമാണ്. 8-ാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ഈ 2 ജീവികളുടെ രംഗപ്രവേശനമാണ്. 9-ാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളുടെ റിപ്പോർട്ടാണ്. 10-ാം അധ്യായം അതിശക്തനായ ദൂതന്റെ പ്രത്യക്ഷതയാണ്. 11-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയാണ്. 12-ാം അധ്യായം ഈ പുസ്തകം മുദ്രയിടാൻ ഉള്ള മുന്നറിയിപ്പാണ്. ഇത് 2-ാം അധ്യായം, 9-ാം അധ്യായം, 7-ാം അധ്യായം, 10-ാം അധ്യായം, ഈ 4 അധ്യായങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വെളിപ്പാട് നമുക്ക് കാണാം. ഇതിൽ 2-ാം അധ്യായത്തിൽ പറയുന്ന ഭാഗം തലതങ്കം കൊണ്ടും നെഞ്ചിൻ കൈകളും വെള്ളി കൊണ്ടും വയറുവരയും താമ്രം കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടുമുള്ള ഒരു മിശ്ര ബിംബത്തിന്റെ കാൽപാദത്തിലേക്ക് പർവ്വതത്തിന്റെ ഉച്ചിയിൽ നിന്നും പാറി ഇറങ്ങുന്ന ഒരു കല്ലിന്റെ ഊക്കോട് കൂടി ആഘാതത്താൽ ബിംബം ധൂളിയായി വായുമണ്ഡലത്തിൽ പറക്കുകയും ബിംബത്തെ അടിച്ച കല്ല് ഒരു വലിയ പർവ്വതമായി മാറുകയും ചെയ്യുന്നതാണ് ദർശനം. ഈ കല്ല് ആരാണെന്ന് എന്റെ മുൻപിലിരിക്കുന്ന സകല ദൈവമക്കൾക്ക് പറയാം. നിത്യതയുടെ വിധികർത്താവായി ലോകരാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് ചൂർണീകരിക്കാൻ അധികം താമസമിന ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ ദർശനമാണ് ഈ കാണുന്ന കല്ലിന്റെ പുറകിൽ വെളിപ്പെടുന്നതെങ്കിൽ, ഈ കല്ല് എപ്പോൾ പ്രകൃതിദത്തമായിട്ടല്ല, ആത്മമണ്ഡലത്തിൽ ഈ കല്ല് എപ്പോൾ ഈ ബിംബത്തെ അടിക്കും, അടിക്കുന്ന സമയം എപ്പോഴായിരിക്കും? ഇതടിച്ചത് തങ്കത്തലയ്ക്കിട്ടല്ല, ഇതടിച്ചത് നെഞ്ചും കൈകളും എന്ന വെള്ളിക്കിട്ടല്ല, ഇതടിച്ചത് വയറെന്ന രജതതുല്യമായ ഭാഗത്തിനിട്ടല്ല, ഇതടിച്ചത് ഇരുമ്പിന്റെ കളിമൺ ഇരുമ്പ് തുടകൾക്കിട്ടല്ല, ഇത് കളിമൺ പാദങ്ങൾക്കിട്ടാണ് അടിച്ചത്. എന്താണ് അതിന്റെ അർത്ഥം? ഏകാധിപത്യത്തിന്റെ മുൾമുനയിൽ ലോകത്തെ കിടുകിട ഭരിച്ച സിംഹ സാമ്രാട്ടുക്കളായ നെബൂഖദ്നേസറും നെബോണിസം ബെൽശസ്സറും എവിൽ മേരോദേക്കും ഒക്കെ ഭരിച്ചു മുടിച്ച കസേരയിൽ ഉരുക്കു പല്ലുകൊണ്ട് ഉലകം ചവച്ചരച്ച റോമൻ സാമ്രാട്ടുക്കൾ ഇരുന്ന് ഭരിച്ചു മുടിച്ച കസേരയിൽ ഒരിക്കൽ നിലത്തിട്ട് ചവിട്ടിയ സാധാരണക്കാരനായ കളിമണ്ണ് കസേരയിൽ എത്തുന്ന കാലം ചരിത്രത്തിൽ വരും. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊളറ്റേറിയൻ, അധീശ വർഗത്തിന്റെ ഭരണം, സാധാരണക്കാരന്റെ ഭരണം ചരിത്രത്തിൽ ഉയരും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യ ഭരണ സംവിധാനത്തിലൂടെ സാധാരണക്കാരൻ കസേരയിലെത്തുന്ന, കളിമണ്ണ് കസേരയിൽ കയറുന്ന കാലം ചരിത്രത്തിൽ സംഭവിക്കുമ്പോൾ കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി കാണും. കല്ലിന്റെ വരവിന്റെ സമയം അടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എന്റെ മുന്നിൽ ആരാധിക്കുന്ന ദൈവവൈദ്യരെ, നിശ്ചയമായും നമ്മുടെ നാഥന്റെ വരവിന്റെ തൊട്ട് മുൻപ് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഇവിടെ ഇന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ. നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് നമ്മുടെ കർത്താവ് ആകാശമേഖലകളിൽ മടങ്ങി വരും. ഈ യുഗം അതിന്റെ സന്ധിയിലേക്ക് അടുക്കുകയാണ്. ഈ ചിത്രീകരണങ്ങളൊക്കെ വിശദീകരിക്കുവാൻ നമ്മുടെ സമയമില്ല.
എന്നാൽ അന്ത്യവിധിയിലേക്ക് ചരിത്രം എടുക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. അതിന്റെ വിശദീകരണങ്ങൾ ഇന്ന് രാത്രി സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാം. ഇതാ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വെച്ചു എന്നല്ല, ഉടച്ചു, ഇടിച്ചു എന്നാണ് യഥാർത്ഥ പ്രയോഗം. കാസ്റ്റ് ഡൗൺ എന്നാണ്. ഇടിച്ചു കളഞ്ഞു. ലോകാധിപത്യങ്ങളെ മുഴുവൻ ഉടച്ചു തകർത്തു. എന്നിട്ട് മറ്റൊരുത്തൻ ഇരുന്നു. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വയോധികനായ ഒരുത്തൻ ഇരുന്നു. Ancient of days, ദിവസങ്ങൾക്ക് പൂർവനായവൻ, യുഗങ്ങൾക്ക് അതീതനായവൻ ഇരുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവന്റെ സിംഹാസനം എങ്ങനെയുണ്ട്? ഇട്ടിത്തടി അല്ലത്, ആനക്കൊമ്പല്ലത്, വൈഡൂര്യ രത്നമല്ലത്, തനി തീ കൊണ്ടുണ്ടാക്കിയ സിംഹാസനമാണിത്. സ്തോത്രം. രാത്രി നമുക്കിവിടെ വായടച്ചിരിക്കാൻ പറ്റില്ല. ഈ സിംഹാസന ദർശനം ആത്മാവിൽ കാണുമ്പോൾ നിങ്ങൾ രാത്രി പറയട്ടെ, ആ ഉയർത്തി നിൽക്കുന്ന സിംഹാസനം അങ്ങനെ ജ്വലിച്ചു കത്തി നിൽക്കുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ 1-ാം അധ്യായത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ, കാഴ്ചയ്ക്ക് മഴവില്ലിന്റെ ദർശനം പോലെ ഈ തീജ്വലിക്കുന്ന സിംഹാസനം അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇതാ അതിശക്തനായ ഒരു സർവാധികാരി സിംഹാസനത്തിൽ ഇരിക്കുന്നു. സിംഹാസനത്തിന് മുൻപിൽ നിന്ന് ഒരു പളുങ്കിനൊത്ത തീക്കടൽ ഒലിച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. സിംഹാസനസ്ഥനോട് 1000 പേർ ചേർന്ന് നിൽക്കുന്നു. തീ ജ്വലിക്കുന്ന തീക്കടലിന്റെ കരയിൽ 10,000 പേർ അവന് മുൻപാകെ നിൽക്കുന്നു. ന്യായവിസ്താര സഭ ഇരിക്കുന്നു. പുസ്തകങ്ങൾ തുറക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, വെളിപ്പാടുകാരൻ എന്താ പറയുന്നത്? ഇത്ര മനോഹരമായ ചിത്രം വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം, ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കണം. ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ പലപ്പോഴും ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വെളിപാട് പുസ്തകമാണ്. ഈ വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇല്ല, വെളിപ്പാട് പുസ്തകം. കാരണം ഇതിനകത്ത് മുഴുവൻ വെളിപ്പാടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ വെളിപ്പാട്. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന, കണ്ണുകൾ അഗ്നി ജ്വാലയ്ക്കൊത്ത് വെട്ടിത്തിളങ്ങുന്ന, വായിൽ നിന്ന് ഇരുമുന വാൽ പുറപ്പെടുന്ന, കാലുകൾ ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ, വലങ്കൈ 7 നക്ഷത്രം പഠിച്ച, ഇരങ്കൈ മരണപാതാളങ്ങളുടെ താക്കോൽ വഹിച്ച, നിലയങ്കി ധരിച്ച് നിലവിളക്കുകളുടെ നടുവിൽ നടന്നു നീങ്ങുന്ന അരുമനാഥൻ. ഇന്ന് രാത്രി ഇങ്ങനെ ഒരാൾ ഇതിനിടയിൽ ഉണ്ടെങ്കിൽ അവരെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമൈതനെ നമ്മുടെ അപ്പച്ചനെന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ച ആത്മകണ്ണുകളിലൂടെ കാണുന്ന ദൈവമക്കൾ കണ്ണുയർത്തി കാണും. അവന്റെ ദർശനം കണ്ണുകൾ കാണുന്ന ദൈവമക്കളോട് നിന്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് പറയത്തക്ക വിധം ശത്രു നിനക്കൊരുക്കുന്ന പത്മോസുകളെ ദർശനത്തിന്റെ മാളികമുറിയാക്കാൻ കഴിവുള്ള ഒരുവന്റെ കരം നിന്റെ കഷ്ടതയുടെ പുറകിൽ ചലിക്കുന്ന കാഴ്ച ഈ യോഗത്തിൽ കാണുന്ന ദൈവമക്കൾ കണ്ണുയർത്തി കാണും. അവൻ ആ ദർശനത്തിലൂടെ ഇറങ്ങി വന്നിരിക്കുന്നു. 2-3 അധ്യായങ്ങളിൽ 7 സഭകളുടെ വെളിപ്പാടാണ്. എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഈ 7 സഭകളുടെ വെളിപ്പാട്. 4-ാം അധ്യായം സ്വർഗീയ സദസ്സിന്റെ വെളിപ്പാടാണ്. 5-ാം അധ്യായം ഒരു മുദ്രിത ഗ്രന്ഥത്തിന്റെ 5-ാം അധ്യായം മുദ്രിത ഗ്രന്ഥത്തിന്റെ വെളിപ്പാടാണ്. 6-ാം അധ്യായം മുദ്രാഭേദനത്തിന്റെ വെളിപ്പാടാണ്. 7-ാം അധ്യായം ഒരു മുദ്രിത ഗണത്തിന്റെ വെളിപ്പാടാണ്. അത് 3ഉം ചേർത്ത് പഠിക്കേണ്ടതാണ്. 5-ാം അധ്യായം മുദ്രിത ഗ്രന്ഥം, 6-ാം അധ്യായം മുദ്രാഭേദനം, 7-ാം അധ്യായം മുദ്രിത ഗണം, 8-ാം അധ്യായം കയ്യിൽ കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് സംഭവങ്ങളെ വിളിച്ചു വരുത്താൻ കാത്തു നിൽക്കുന്ന ശക്തന്മാരായ 7 ദൂതന്മാരുടെ വെളിപ്പാടാണ്. 9-ാം അധ്യായം അധോലോക ജീവികളുടെ രംഗപ്രവേശനത്തിന്റെ വെളിപ്പാടാണ്. അതിനൊക്കെ വളരെ അർത്ഥമുണ്ട്. 10-ാം അധ്യായം മേഘമുടുത്തും തീത്തൂണ് പോലെ പാദങ്ങളുള്ള ഒരു ശക്തനായ ദൂതന്റെ വെളിപ്പാടാണ്. 11-ാം അധ്യായം പലസ്തീൻ നാട്ടിൽ കൊല്ലപ്പെടുന്ന 2 സാക്ഷികളുടെ വെളിപ്പാടാണ്. 12-ാം അധ്യായം 7 തലയും 10 കൊമ്പും, കൊമ്പുകളിൽ 10 രാജമുടിയും, തീ നിറമുള്ള ഒരു മഹാസർപ്പത്തിന്റെ വെളിപ്പാടാണ്. അവൻ 7 തല ഉണ്ടായിക്കൊള്ളട്ടെ, അവന് 10 കൊമ്പ് ഉണ്ടായിക്കൊള്ളട്ടെ, അവന് തീ നിറമുണ്ടായിക്കൊള്ളട്ടെ. എന്നാൽ ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ട്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനത്താലും ജയിച്ചു എന്ന് എഴുതിയിരിക്കുന്ന വചനപ്രകാരം യേശുവിന്റെ രക്തത്താൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവറ്റകളെ ജയിക്കാൻ ശക്തിയുണ്ട്. 13-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തിന്റെ വെളിപ്പാടാണ്. കടൽ ഇളകുന്നതിനകത്തുനിന്നും ദർഷ്ടഭാവത്തിൽ കരയ്ക്ക് കയറുന്ന ഒരു മൃഗം. 14-ാം അധ്യായം സീയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടി രക്ഷിത ഗണത്തിന്റെ വെളിപ്പാടാണ്. 15-ൽ ക്രോധകലശം പകർച്ചയുടെ വെളിപ്പാട്. 16-ൽ അത് മുഖാന്തരം ഈ പ്രകൃതിയുടെ അടിത്തറ തകരുകയാണ്. 17-ൽ മർമ്മം മഹതിയ ബാബിലോൺ എന്ന വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവിന്റെ അഭിസാരികയായ സ്ത്രീയുടെ തകർച്ചയുടെ വെളിപ്പാട്. 18-ൽ രാഷ്ട്ര ബാബിലോണിന്റെ തകർച്ചയുടെ വെളിപ്പാട്. 19-ൽ ദൈവമക്കൾക്ക് സ്തോത്രം ഉയരേണ്ട അധ്യായമാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയിൽ
തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ നാഥന്റെ രാജകീയ വിവാഹത്തിന്റെ വെളിപ്പാട്. സ്തോത്രം. ഒരു വേദിയിൽ ഇവിടെ ഇരിക്കുന്ന വിൻസെന്റ് മത്തായി പാസ്റ്റർ ഒരു വിവാഹ ശുശ്രൂഷ നടത്തുന്നിരിക്കട്ടെ. വരനും വധുവും നിയുക്ത വധൂവരന്മാർ വേദിയിലുണ്ട്. കൈ കൊടുത്തുടമ്പടി ചെയ്യുന്ന നിമിഷങ്ങൾ കൊണ്ടൊരു മഹാസംഭവം നടക്കും. വരൻ എന്തെല്ലാം ഈ ഭൂമിയിൽ ആസ്തിയുണ്ടോ അതിനെല്ലാം ഈ വധുവിന് തുല്യാവകാശം സിദ്ധിക്കും. അങ്ങനെയെങ്കിൽ എന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ഈ കാണുന്ന അണ്ടകടാഹങ്ങളുടെ മുഴുവൻ ഏകാധികാരിയായ നമ്മുടെ നാഥന് കാൽവറിയിലെ ചങ്കിലച്ചോര കൊണ്ട് കഴിവ് പ്രാപിച്ച ദൈവമക്കൾ കൈ കൊടുക്കുന്ന വേളയിൽ നിത്യതയ്ക്ക് മുഴുവൻ സഭ അവകാശിയായി മാറുന്ന രംഗം എങ്ങനെ വർണ്ണിക്കാൻ കഴിയുമോ ചിന്ത. ദൈവത്തിന് സ്തോത്രം. 20-ാം അധ്യായം അന്ത്യ ന്യായവിധിയുടെ വെളിപ്പാടാണ്. 21-ാം അധ്യായം പുത്തനായ യെരൂശലേമിന്റെ വെളിപ്പാടാണ്. 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഖനവടിവമായ നീളവും വീതിയും ഉയരവും സമമായ ഒരു തങ്കക്കുട കെട്ടിടം, ഒരു കനകക്കൊട്ടാരം കൃപ ലഭിച്ച നാം പാർക്കുവാൻ അരിമനാഥൻ ഒരുക്കുന്ന ആ സ്വർഗീയ സൗധം ഇറങ്ങി വരുന്ന രംഗമാണ്. 21-ാം അധ്യായം ഭാവികാല നിത്യതയുടെ വെളിപ്പാടാണ്. അതിൽ 20-ാം അധ്യായത്തിൽ അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മർത്യരാശിയെ മുഴുവൻ മടക്കി വരുത്തി ഹിമധവളിമമായ സിംഹാസനത്തിലിരുന്ന് അന്തിമ വിധി പുറപ്പെടുവിക്കുന്ന ആ ജഡ്ജിയുടെ സിംഹാസനം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ അതേ വലിയൊരു വെള്ള സിംഹാസനവും, ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. സ്തോത്രം. രാത്രി പറയട്ടെ, കസേര വെച്ചതിന് ശേഷം വന്നിരിക്കുകയല്ല. എന്നു മുതൽ കസേരയുണ്ടോ അന്ന് മുതൽ ആളവുത്തിരിപ്പുണ്ട്. രാത്രി സ്തോത്രം പറയാൻ എത്ര യാത്രകൾ കഴിക്കും. എന്ന് മുതൽ കസേരയുണ്ടോ അന്ന് മുതൽ ഞാൻ ആരാധിക്കുന്ന എന്റെ നാഥൻ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഒരിക്കൽ ഒരാളോട് പറഞ്ഞു, പാസ്റ്റർ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്താൻ പോകരുത്, നിന്റെ അപ്പനുണ്ടോ എന്ന് ചോദിക്കണം. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കേണ്ടത് അപ്പനുണ്ടോ എന്നല്ല. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കുഞ്ഞെ. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുകയും 2 കൈകൾ സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രകൃതിയിലെ ചിന്തിക്കുന്ന ജന്തുവായ നിന്റെ ശരീരത്തിലോട്ട് നോക്കിയാൽ മതി. ഇതിന്റെ പുറകിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ കരവേലയുണ്ടെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യാൻ നിന്റെ അധരം ഉയരും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, കുശവന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന കുടം കണ്ടിട്ട് കുശവൻ എന്ന ഒരാൾ ഉണ്ടായിട്ടേ ഇല്ല, ഇത് കുടം തന്നെ രൂപപ്പെട്ടതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഊളംപാറയോ മാങ്ങാനത്തോ കൊണ്ട് ചികിത്സിക്കണം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, എടാ കുശവനാണെങ്കിൽ ഇതിന്റെ കരവിരുത് കാണുമ്പോഴറിയാം ഇതിന്റെ പുറകിൽ നിർമ്മിതാവുണ്ടെന്ന്. കുടത്തിനകത്ത് കൈയിട്ട് തപ്പിയിട്ട് കുശവൻ എന്ന ഒരാളിനെ കുടത്തിൽ കാണാത്തതിനാൽ കുശവൻ എന്ന ഒരാൾ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞാൽ അതും കുചേല ബുദ്ധിയാണ്. കുശവൻ കുടത്തിന് അതീതനാണ്, കുശവൻ കുടത്തിനകത്തല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ കുടത്തിലോട്ട് നോക്കിക്കൊണ്ട് പറ, ഇതിന്റെ പുറകിൽ കുശവനുണ്ട്. ഒരിക്കൽ ചങ്ങനാശ്ശേരി ഭാഗത്ത് കോളേജിൽ ട്യൂഷൻ പഠിക്കാൻ പോയ മോളെ താമസിച്ചിട്ടും വരാഞ്ഞത് കൊണ്ട് അമ്മച്ചി പുറകെ ട്യൂഷൻ സെന്ററിൽ ചെന്നു. ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലിരിക്കുന്ന സമയത്ത് പ്രൊഫസർ ദൈവമില്ലെന്ന് പറയുന്നതിനിടയിൽ അരിശം പൂണ്ട അമ്മച്ചി അങ്ങ് ചാടി എണീറ്റു. മുഖമൊന്ന് കോട്ടി വക്രിപ്പിച്ച് ഉള്ള പല്ലൊക്കെ പുറത്തോട്ട് കാട്ടി 2 കൈയും കൂടെ മരത്തിൽ പിടിച്ച് പ്രൊഫസറിനോട് അമ്മച്ചി ഒരു ചോദ്യം, പ്രൊഫസറെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഞങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ മൂക്കിന്റെ കീഴിൽ രോമം ഇല്ലാത്തതും നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ മൂക്കിന്റെ കീഴിൽ രോമം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഇരിക്കവിടെ അമ്മച്ചി, അതിനുള്ള നേരമല്ല ഇപ്പോഴെന്ന് പറഞ്ഞ് ഇരുത്താൻ ശ്രമിച്ചപ്പോൾ അമ്മച്ചി 2 കൈയും കൂടെ മരത്തിൽ പിടിച്ച് പ്രൊഫസറിനോട് തിരിച്ചൊരു മറുപടി, തന്റെ മൂക്കിന്റെ കീഴിലെ രോമത്തിന്റെ കാര്യം അറിയാൻ വയ്യാത്ത താനാണോളൂ തമ്പുരാനില്ലെന്ന് പറയുന്നത് ഇരിക്കണോടെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഇറങ്ങിപ്പോയി. ഞാൻ രാത്രി പറയട്ടെ, മൂക്കിന്റെ കീഴിലെ കാര്യം അറിയാൻ വയ്യാത്തവനാ ജീവിക്കുന്ന ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാനിത് രാത്രി ചോദിക്കട്ടെ, സ്വന്തം കണ്ണുകൊണ്ട് സ്വന്തം നെറ്റിത്തടം നേരിട്ട് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ എന്നെ ഒന്ന് കണ്ടച്ചേ പോകാവും. മനസ്സിലായില്ലേ? സ്വന്തം കണ്ണുകൊണ്ട് സ്വന്തം നെറ്റിത്തടം നേരിട്ട് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ ഒന്ന് കണ്ടിട്ടേ പോകാവും. എടാ, 1 അങ്കുലം മുകളിൽ നിൽക്കുന്ന ഈ നെറ്റിത്തടം എന്റെ സ്വന്തം കണ്ടുകൊണ്ട് കാണാനുള്ള കഴിവ് എനിക്കില്ലെങ്കിൽ എന്റെ സൃഷ്ടിതാവിനെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് എങ്ങനെ ഉണ്ടാകും? എന്നാൽ കയ്യിലൊഴിക്കുന്ന തേൻതുള്ളി നക്കി കുടിക്കുന്നത് പോലെ ഈ രാത്രി അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ദൈവമക്കൾ ഇവിടെ ഇരുന്ന് പറയുന്നു, ഇതിന്റെ പുറകിൽ ദൈവമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഫാക്ടറിയുടെയും പുറകോഴ സാധനം മുകളിലോട്ടല്ലേ?
ഈ മൂക്കിനെ മാത്രം കുടയോടതിനാ കീഴോട്ട് വെച്ചിരിക്കുന്നത്. ഒരു വേള ഫാക്ടറികളുടെ മുഖക്കൊണ്ടിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്ന ഈ മൂക്ക് തലമുടിക്കിടയിൽ കൂടെ മുകളിലോട്ട് ഇരുന്നിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ ഗതി? അങ്ങനാണ് ഇരുന്നിരുന്നതെങ്കിൽ ഒരു പെരുമഴയത്ത് കുടയില്ലാതെ ഇറങ്ങിപ്പോയാൽ വെള്ളം എങ്ങോട്ട് ഇറങ്ങും? അപ്പൊ പെരുമഴയത്ത് കുടയില്ലാതെ ഇറങ്ങിയാൽ വെള്ളം കീഴോട്ട് ഇറങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മൂക്കിനെ കുടയോടെ താഴോട്ട് വെച്ചതൊരു ബുദ്ധികേന്ദ്രമല്ലേ? ആ പരമബുദ്ധിയായി ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമൊക്കെ ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ തലമുടി വെട്ടിക്കാൻ ബാർബർ ഷോപ്പിൽ പോകും, പക്ഷേ പുരിയം വെട്ടിക്കാൻ ആരെങ്കിലും ബാർബർ ഷോപ്പിൽ പോയിട്ടുണ്ടോ? പുരിയം വളരുകയല്ല, തലമുടിയെ വളരും. അല്ല, തലമുടി പോലെ പുരിയം കൂടെ അങ്ങ് വളർന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഗതി? കുറച്ചു നാളായിട്ട് പുരിയം വെട്ടിക്കാൻ ബാർബർ ഷോപ്പിൽ പോകാൻ അവസരം കിട്ടാതിരിക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരുമ്പോൾ സംസാരിക്കേണ്ടി വരുമ്പോൾ കടയാള ഷർട്ട് പൊക്കിപ്പിടിക്കുന്നത് പോലെ പുരിയം തലമുടി എല്ലാം കൂടെ പൊക്കിപ്പിടിച്ച് വർത്താനം പറയേണ്ടി വന്നേനല്ലോ. അപ്പൊ തലമുടി വളരണം, പുരിയം വളരരുത് എന്ന് ക്രമീകരിച്ചൊരു പരമബുദ്ധിയല്ലേ ഇതിനെ ഡിസൈൻ ചെയ്തത്. ആ ഡിസൈനറെ ആ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ് ഇവിടെ ഇന്ന് ആരാധിക്കുന്നത്. എന്തിനാണ് കൂടുതലൊക്കെ വിശദീകരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും രണ്ട് ചെവിയുണ്ട്. ആ ചെവി കൊടയോടെ പുറത്തോട്ട് തള്ളി നിൽക്കുകയാണ്. തലസ്ഥാനത്ത് 2 ദ്വാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊട പുറത്തോട്ട് ഇല്ലായിരുന്നെങ്കിൽ വെള്ളെഴുത്തുകാരൻ അച്ചായ കണ്ണാടിയുടെ കാൽ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും? ഇന്ന് രാത്രി ഇങ്ങോട്ട് കൈവച്ചോണ്ട് പറ, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവവേദന ഇതിന്റെ പുറകിൽ സൃഷ്ടിതാ ഉണ്ടെന്ന് ഓർത്ത് ഇന്ന് രാത്രി ഇവിടെ നിനക്ക് ആരാധിക്കാൻ കഴിയുക മാത്രമല്ല, അവൻ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ആത്മാവിൽ ഗ്രഹിച്ച് ഇവിടെ നിനക്ക് ആത്മാവിൽ ഇന്ന് രാത്രി ആരാധിക്കാൻ കഴിയണം. ചില പ്രിയപ്പെട്ടവരുടെ കണ്ണുകളെ അന്ധകാര ശക്തികൾ ബന്ധിച്ചിരിക്കുന്ന തരത്തിൽ നിന്നും ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണുകളെ ദൈവാത്മാവിൽ തുറക്കുന്ന രാത്രിയാകട്ടെ. ഇതിന്റെ പുറകിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണാൻ കണ്ണുയർത്തുന്ന ദൈവത്തെ കണ്ണുയർത്തി കാണുക. മഹാദൈവത്തിന്റെ കരവിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ വിധി അധികം താമസിക്കാതെ നടക്കും. ആ വിധിയെ സംബന്ധിച്ച് ഗ്രഹിക്കുമ്പോൾ ആ സിംഹാസന വിധിക്ക് ഭൂത വർത്തമാന ഭാവി കാലങ്ങളോട് ബന്ധമുണ്ട്. ആ വർത്തമാന ഭൂത വർത്തമാന ഭാവി കാലങ്ങളിൽ വർത്തമാന കാലത്ത് വിധി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, വർത്തമാന കാലത്തെ വിധികൾ ചരിത്രത്തിൽ തുടരുന്ന രംഗം കഴിഞ്ഞ രാത്രി ഈ ഭാഗത്തെ ഓർപ്പിച്ചു. ഏതാണ്? ദൂതന്മാരുടെ ന്യായവിധി മുതൽ ദൈവത്തിന് സ്തോത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ന്യായവിധി വരെ 37 ന്യായവിധികൾ എണ്ണിപ്പിറക്കി പറഞ്ഞാൽ അക്ഷരീയമായി വർത്തമാന കാലത്ത് ദൈവത്തിന്റെ കാലഗതിയുടെ വിധി നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളിൽ ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും ഞാൻ അടിവരയിട്ട് പറയട്ടെ, വർത്തമാന കാലത്ത് വിധിക്കുന്ന ഒരുവന്റെ കരം ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സമയ ചുരുക്കത്താൽ. ദൈവത്തിന്റെ കാലഗണന ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവത്തിന്റെ കാലഗണന മനുഷ്യന്റെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ നമ്മുടെ തലച്ചോറിന് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ വിധി ഇന്നും ചരിത്രത്തിൽ നടക്കുന്നുണ്ട്. മനസ്സിലായി എത്ര പേർക്കൊന്നും എനിക്കറിയില്ല. ദൈവത്തിന്റെ കാലഗണന മനുഷ്യന്റെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ല. ഞാൻ വിശദീകരിക്കാൻ വരുന്ന സമയമുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ കാലഗണന എന്താണ്? ദൈവത്തിന്റെ കാലഗണന, ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഇന്നലെ കഴിഞ്ഞു പോയ രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. എന്തിനാ ഈ രാത്രിയിലെ യാമം എന്ന് പറയാനുള്ള കാര്യം? ഞാൻ ഒരിക്കൽ തിരുവല്ല രാജഗോപാലയുടെ കൺവെൻഷൻ കഴിഞ്ഞ് തൃശ്ശൂരിൽ പിറ്റേ ദിവസം യോഗത്തിന് പോകാനായിട്ട് അവിടെ ഇരുന്ന് ട്രെയിനിൽ കയറി ക്ഷീണം കൊണ്ട് കണ്ണൊന്നടച്ചു. കണ്ണൊന്നടച്ച് കണ്ണ് തുറക്കുകയും കേൾക്കുന്നത് ചായ 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 ചായേ ചായേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തൃശ്ശൂരിനപ്പുറം വണ്ടി ചെന്ന് കഴിഞ്ഞു. എന്താ പ്രത്യേകത? രാത്രിയിലെ യാമം കണ്ണടയ്ക്കുന്നതിനിടയിൽ മണിക്കൂറുകൾ പോകും. പകൽ ഉറങ്ങുന്നിരിക്കുകയായോണ്ട് പോകുന്ന വേഗത നമുക്കറിയില്ല. ദൈവത്തിന്റെ കാലഗണന രാത്രിയിലെ യാമം പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ 1000 വർഷം നമ്മുടെ കലണ്ടറിൽ കഴിയുമ്പോൾ ദൈവത്തിന് 3 മണിക്കൂർ കഴിയുന്ന ലാഘവമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഒരു ദിവസം നമ്മുടെ കാലഗണനയുമായി കണക്ക് കൂട്ടിയാൽ ഒരു ദിവസം എത്ര യാമമുണ്ട്? സന്ധ്യായാമം, അർദ്ധരാത്രിയാമം, കോഴികൂവുന്ന യാമം, പ്രഭാതയാമം, രാത്രിക്ക് 4, പകൽ 4, 8 യാമങ്ങൾ ഒരു ദിവസമുണ്ടെങ്കിൽ ഒരു യാമത്തിന് 1000 വർഷത്തിന്റെ ലാഘവം ദൈവത്തിനുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 8000 കൊല്ലം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ആദാമിനെ ഉണ്ടാക്കിയതിന്
ഒരു ദിവസം പൂർത്തിയായിട്ടില്ല. ഓർക്ക് ആ നിത്യത്വത്തിന്റെ കാലഗണനയാണ് ദൈവത്തിൻ്റെത്. നമ്മുടെ എത്ര ഉണ്ട്? മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെ ആയാൽ, അങ്ങനെയാണെങ്കിൽ 70-80 വർഷത്തിന്റെ കാലഗണന വെച്ചുകൊണ്ട്, ഈ കണങ്ങാൻ കൊടുക്കാവുന്ന തല വെച്ചുകൊണ്ട് ദൈവത്തിന്റെ നിത്യത്വത്തിന്റെ കാലഗണനയാണെന്നാൽ നിനക്കൊന്നും മനസ്സിലാകില്ല. എന്നാൽ ഒരു കാര്യം ഓർക്ക്, കാര്യം ശരിക്കും മനസ്സിലാക്ക്. തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പുമായി നടക്കുന്ന ആൾക്കാരില്ലേ, തൽക്കാലം രക്ഷപ്പെട്ടത് നിങ്ങളൊക്കെ പറയില്ലേ? എന്നാൽ അടുത്ത 60 വർഷത്തിനുള്ളിൽ അവരുടെ ഭാവി എഴുതാൻ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവർ എഴുതി വയ്ക്കും, 60 കൊല്ലം കഴിഞ്ഞാൽ ഇവൻ മുടിഞ്ഞുപോയി. എന്നാൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ ഭാവി എഴുതാൻ ഇവിടെ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കും, അനുഗ്രഹിക്കപ്പെട്ട സന്തതി. ഞാൻ ഇന്ന് രാത്രി വചനത്തിന് മുൻപിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ പറയാം, നീതിയോടെ വിധിക്കുന്നവന്റെ കാലം ചരിത്രത്തിൽ ചലിക്കുന്നുണ്ട്. ആരൊക്കെ തടഞ്ഞാലും വർത്തമാനകാലത്ത് ആ വിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അവന്റെ രക്തം ഞങ്ങളുടെ പേരും ഞങ്ങളുടെ മക്കളുടെ പേരും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ ആ ജൂയിഷ് ജനത ഈ കണക്ക് ഇതുവരെ തീർത്തിട്ടില്ല. വർത്തമാനകാലത്ത് വിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, AD 70 ടൈറ്റസിന്റെ സൈന്യം യെരൂശലേമിലേക്ക് വന്നു. 13,56,000 അരിഞ്ഞു വീഴ്ത്തിയത്. കുതിരയുടെ കടിവാളങ്ങളോളമാണ് ചോരപ്പുഴ ഒഴുകിയത്. എന്നെ വേദനിപ്പിച്ച നിരവധി സംഭവങ്ങളിൽ ഒന്നാണ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാലത്ത് ഈ ജനതയ്ക്ക് സംഭവിച്ചത്. നിങ്ങൾക്കറിയാമോ, ജോലി തരാം, പേർ എൻട്രൻസ് രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ക്യാമ്പിന്റെ എൻട്രൻസിൽ വരുത്തി. ആളുകളെല്ലാം പേർ രജിസ്റ്റർ ചെയ്യുവാൻ സൈൻ ചെയ്ത് അകത്തോട്ട് കയറി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻട്രൻസ് ഡോർ അടഞ്ഞു. മണിക്കൂറുകൾ കഴിഞ്ഞതോടെ ആളുകൾ അക്ഷമരായി. ആളുകൾ ബാത്റൂം അന്വേഷിച്ചു. ഒരാൾ ബാത്റൂം തുറന്ന് അകത്തോട്ട് കയറി. അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ബാത്റൂമിന്റെ ടാപ്പ് ഓൺ ചെയ്തത് പുറത്തേക്ക് വന്നത് വെള്ളമല്ല, ഗ്യാസ് ആയിരുന്നു. അതോടുകൂടെ കയറിയവൻ മരിച്ചു വീണു. അത് പുറത്തേക്ക് പ്രവഹിച്ചു. പുറത്തേക്ക് പ്രവഹിച്ചതോടുകൂടെ അതിനകത്ത് നിന്ന് മുഴുവൻ ആളുകളും ചത്തു വീണു. പിടയ്ക്കുന്ന അവർ വീണത് ബെൽറ്റിലേക്കായിരുന്നു. ആ ബെൽറ്റ് നീളാൻ തുടങ്ങി. നീളുന്ന ബെൽറ്റ് എന്തിനേറെ വലിയ കുട്ടകങ്ങളിലേക്ക് മറിഞ്ഞു. ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന കുട്ടകങ്ങളിൽ വെള്ളം കുതുകുത കുത്തിത്തുളച്ചു. അതിൽ നിന്ന് മാംസം വെന്ത് മാറ്റിയിട്ട് ആ നെയ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റു. ചോരയുടെ കണക്ക് ഇതുവരെ തീർന്നിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ക്യാമ്പുകളിൽ ഈ ജനത അനുഭവിക്കുന്ന പീഡനം. ദൈവത്തിന് സ്തോത്രം. ഇതാ 12 മുതൽ 15 അടി വരെ ചതുരമുള്ള ഒരു കൊച്ചു മുറിക്കകത്ത് ഉപ്പിട്ട് മത്തി അടുക്കുന്നത് പോലെ ഇവരെ കുലയ്ക്ക് വേണ്ടി അടുക്കി നിർത്തിയിരിക്കുന്ന രംഗത്തിന്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ജൂയിഷ് ജനതയിലെ സ്ത്രീകളെ പൂർണ്ണ നഗ്നരായി വിജന സ്ഥലത്ത് കമിഴ്ത്തി കിടത്തിയിട്ട് യുദ്ധത്തിന് പോകുന്ന പടയാളികൾ കമിഴ്ത്തിയിട്ട് അവരെ കൂട്ടമായി വെടിവെച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതാ കുഴിക്കരയിൽ ഓരോ യഹൂദനെ കൊണ്ടുവന്നിരുത്തിയിട്ട് തലയ്ക്ക് വെടിവെച്ച് കുഴിക്കകത്തേക്ക് മലർത്തുന്നത്. നിങ്ങൾ ഓർക്കണം, ആ ശരീരഭാഗങ്ങൾ വെയിലേറ്റ് ഉണക്കമീൻ കിടക്കുന്നത് പോലെ കൂട്ടമായി കിടക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇതുപോലെ ഒരു കാര്യം ചരിത്രത്തിലുണ്ടോ? മറക്കരുത്, നീതിയോടെ വിധിക്കുന്നവന്റെ കാര്യം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നേക്ക് ചില നാളുകൾക്ക് മുൻപ് വളശ്ശേരിക്ക് എനിക്ക് സമീപം ഞാൻ ഒരു സ്ഥലത്തേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് കടന്നുപോയ രംഗം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ സുഹൃത്ത് എബിയും ആ മീറ്റിംഗിൽ ആ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. വീടുകൾ കയറി ഇറങ്ങി ഞങ്ങളുടെ POIP പ്രവർത്തകർ പ്രവർത്തിച്ച് വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിക്കുവാൻ കയറിയപ്പോൾ കണ്ട കാഴ്ച, 2 കൈയുമില്ലാത്ത ഒരു മനുഷ്യൻ. അയാളുടെ 2 കണ്ണിന്റെ ഭാഗത്ത് 2 ദ്വാരമാണ്. അയാളുടെ ശരീരമാകെ പൊട്ടിത്തെറിയുടെ പാടുകളുണ്ട്. സുവിശേഷത്തോട് പ്രതികൂലമായിട്ടാണ് അയാൾ പ്രതികരിച്ചത്. അന്ന് ഒരാഴ്ച കഴിഞ്ഞ് റാന്നിയിൽ മേനാന്തോട്ടം ആശുപത്രിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ട്രക്ചർ ഉരുട്ടിക്കൊണ്ടു പോകുന്നു. അതിനകത്തൊരു ബോഡി പുതപ്പിച്ചിട്ടിരിക്കുന്നു. ചെന്ന് ആ മുഖത്തെ തുണിയൊന്ന് മാറ്റി നോക്കി, ഞെട്ടിപ്പോയി. മറ്റാരുമല്ല, ഒരാഴ്ച മുമ്പ് ആരോട് സുവിശേഷം പറഞ്ഞോ അയാൾ ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്ത് കിടക്കുകയാണ്. തൊട്ടടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ, ഇതിന്റെ പുറകിൽ ഒരു കാരണമുണ്ട്. 1969 അവിടെ സുവിശേഷം പറയാൻ ഒരു കർത്തദാസൻ എത്തി. ആ ദൈവദാസൻ ദീനാമ്മ എന്നൊരു പെൺകുട്ടിയെ സ്നാനപ്പെടുത്തുവാൻ തയ്യാറായി. ആ ആങ്ങളമാരുടെ ഏക സഹോദരി സ്നാനക്കടവിലേക്ക് പ്രാർത്ഥനാ ഹോളിൽ നിന്ന് അവർ നീങ്ങുന്നുണ്ടെന്നുള്ള കാര്യം ആങ്ങളമാർ അറിഞ്ഞു.
വീട്ടിലെ പട്ടി അഴിച്ചുവിട്ട് നേരെ പ്രാർത്ഥന ഹോളിൽ വന്നു. ചവിട്ടി പൊളിച്ചകത്ത് കയറി കത്രിമേശ എടുത്ത് പട്ടിക്കിട്ട് കൊടുത്തു. വീഞ്ഞ് അവിടെയെല്ലാം ഉടച്ചൊഴിച്ചു. നേരെ ആറ്റുകടവിലേക്ക്. ആറ്റുകടവിൽ ചെന്നപ്പോൾ പാസ്റ്റർ വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കുന്നു. പെൺകുട്ടി തയ്യാറെടുക്കുകയാണ്. അവളെ കടവ് മുതൽ പൊതിരെ തല്ലി. ആ ദൈവദാസനെ ഒറ്റയടിക്ക് മണത്തിട്ടയിലേക്ക് മലർത്തി. കൂടെ നിന്ന് ആൾക്കാർ കണ്ടപ്പോൾ ഈ നീചന്മാർ പാസ്റ്ററുടെ വയറ്റിൽ ചവിട്ടി ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി വർദ്ധിച്ചു. അടിയേറ്റ സമയം വിശ്വാസികൾ സ്തോത്രം 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 എന്ന് പറഞ്ഞതല്ലാതെ പ്രതികരിച്ചില്ല. അവർ ജയഘോഷം മുഴക്കി വീട്ടിലേക്ക് പോയി. എന്തിനേറെ വിശ്വാസികൾ ഈ ദൈവദാസനെ കോരിയെടുത്ത് ഹോളിന്റെ നടുക്ക് കൊണ്ട് കിടത്തി ചുറ്റുമിരുന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സീതത്തോട്ടുള്ള വിഷയം അന്വേഷിക്കാൻ പോയ പത്തനംതിട്ട സർക്കിൾ അവിടെ എത്തിയിട്ട് ചോദിച്ചു, ഞങ്ങളെ പോലുള്ളവരില്ലേ, കാര്യം പറഞ്ഞുകൂടെ? ആ സമയം സാധുവായ കർത്തൃദാസന് കേസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സർക്കിളിനോട് പറഞ്ഞ മറുപടി ഇതാ, സാറേ, ഒരുപോലെ ഒരേ സമയം രണ്ട് കോടതിക്ക് കേസ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ കോടതിയുടെ അവധി ദിവസമായ ഞായറാഴ്ചയായ ഇന്ന് ഞങ്ങളുടെ കോടതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നിങ്ങളുടെ കോടതിയിലെ ജഡ്ജി സ്ഥലത്ത് വന്ന് കേസെടുക്കില്ലല്ലോ സാറേ. എന്നാൽ ഞങ്ങളുടെ കോടതിയിലെ ജഡ്ജി കടവിൽ വന്ന് കേസെടുത്തിട്ടുണ്ട്. അവധിയെടുക്കാത്ത ഒരു ജഡ്ജിയും അവധിയില്ലാത്ത ഒരു കോടതിയും ഞങ്ങൾക്ക് ഉയരത്തിലുണ്ട് സാറേ, ഞങ്ങൾക്ക് കേസില്ല. രാത്രി പറയട്ടെ, കിട്ടിയത് കുറഞ്ഞു പോയി എന്ന നിലയിൽ പരിഹസിച്ചാണ് സർക്കിൾ അവിടുന്ന് പോയതാണ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കയറി ചെന്ന PYP പ്രവർത്തകർ കയറി ചെന്ന ആ വീടിന്റെ രണ്ടാമത്തെ മട്ടുപ്പാവ് തറയിൽ ആറ്റിലിടാൻ തോട്ട കെട്ടിക്കൊണ്ടിരിക്കും അളവിൽ അറിയാതെ കണക്ഷൻ കൊടുത്തുപോയി. മേൽക്കൂര പൊട്ടിത്തകർന്നു, തായ്ക്കെട്ടിലും ഇടിഞ്ഞു നിരത്ത് വീണു. ദൈവദാസന്റെ മേൽ കൈവച്ചയാളിന്റെ രണ്ട് കണ്ണും ചെതറി, രണ്ട് കൈയുമറ്റ് വൃക്ഷച്ചുവട്ടിൽ വീട് പിടഞ്ഞു. എന്നോട് ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഈ സംഭവം നടക്കുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ സഹോദരി താഴത്തെ മുറിയിൽ തൽക്ഷണം വയറ് പിളർന്നു ചത്തു. എന്തിന്? നിരവധി ശവങ്ങൾ ചിതറിക്കിടക്കുന്ന ഈ വീട്ടുമുറ്റത്ത് മാംസത്തിന്റെ ഗന്ധം മുറ്റിനിൽക്കുമ്പോൾ പഴയ സർക്കിളാണ് പുതിയ രംഗത്ത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എടുക്കാൻ, FRI എടുക്കാൻ വരുന്നത്. അദ്ദേഹം വന്ന സമയം അനധികൃതമായി തോട്ടായും മറ്റും കൈവശം വെക്കുന്നത് വലിയ കുറ്റമായിരുന്ന ആ കാലഘട്ടത്തിൽ ഭാഗവതർ പീലിപ്പോച്ചൻ എന്നറിയപ്പെടുന്ന കർത്തദാസൻ രംഗം നോക്കി നിൽക്കുമ്പോൾ സർക്കിൾ അകത്തോട്ട് കയറിയിട്ട് രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞ വാചകം ഇതാണ്, അല്ലാ അല്ലാ, നീ നീതിയോടെ വിധിക്കുന്ന ജഡ്ജിയായി ഇപ്പോഴും ഉയരത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നല്ല. പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യരെ, ആരൊക്കെ മറച്ചാലും എവിടൊക്കെ കണ്ണടച്ചാലും ഏതൊക്കെ തെളിവുകൾ നശിപ്പിച്ചാലും നീതിയോടെ വിധിക്കുന്ന ഒരാൾ ഇന്ന് രാത്രി ഇതിന് പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. ആ കരത്തെ തടയാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല. ഈ രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഇവിടെ നിന്ന് കണ്ണുയർത്തി നോക്കണം. അവൻ നീതിയോടെ വിധിക്കുന്ന ജഡ്ജിയായിട്ട് സിംഹാസനത്തിലുണ്ട്. പോരാ, ആ ന്യായവിധി നടന്നുകൊണ്ടേയിരിക്കുന്നു. വർത്തമാനകാലത്ത് വിധി നടക്കുന്നു. എന്നാൽ ഭാവി കാലത്ത് ദൈവത്തിന്റെ ദിവ്യമായ കാര്യപരിപാടിയിൽ ദൈവത്തിന് സ്തോത്രം നടക്കാൻ തുടങ്ങുന്ന 3 വിധികളുണ്ട്. ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. 1 ക്രിസ്തുവിന്റെ ന്യായാസനം, 2 തേജസ്സിന്റെ സിംഹാസനം, 3 വെള്ള സിംഹാസനമായ ശുഭ്രാസനം. ക്രിസ്തുവിന്റെ ന്യായാസനം വിശ്വാസികൾക്ക്, തേജസ്സിന്റെ സിംഹാസനം ഇസ്രായേൽ ജനതയുടെ പാപപ്രവർത്തികൾക്ക്, ഇസ്രായേൽ ജനതയോട് ബന്ധപ്പെട്ട് ചുറ്റുമുള്ള പുറജാതീയ സമൂഹത്തിന്, അന്ത്യന്യായാസനം മനുഷ്യവർഗത്തിൽ ദൈവകൽപ്പന അനുസരിക്കാത്ത സകല മനുഷ്യർക്കും. ഞാൻ രാത്രി ഓരോ ഭാഗം വിശദീകരിക്കാനുണ്ടെങ്കിലും ഞാൻ രാത്രി പറയട്ടെ, ഇതിനെ ഒരു ദിവസം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ബോധ്യമാകത്തുള്ള എത്ര ദൈവമക്കളുണ്ട്? ഇതിനെ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ബോധ്യമുള്ള എത്ര ദൈവമക്കളുടെയുണ്ട്? സ്തോത്രം. ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ടാൽ ഇന്നലെ പറഞ്ഞതുപോലെ അടുത്ത കാലത്തെങ്ങും എനിക്ക് ഇതിൽ നിന്നും പോക്കുണ്ടാകുക ചിന്തയാണ്. ഞാൻ രാത്രി പറയട്ടെ, എത്ര നാളുണ്ട് നമ്മുടെ ഈ ആയുസ്? നമ്മുടെ ആയുസിന് എത്ര നാളുണ്ട്? ഇന്നലെ പറഞ്ഞതുപോലെ പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്കക്കട്ടിലിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ഈ കൊച്ചു ജീവിതം ഹെന്നായുടെ ഹെയർ ഡൈ ഉള്ളത് കൊണ്ടാണ് പലരും ഇപ്പൊ 28 ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ഒരു കാര്യം ഓർക്ക്, ഡേറ്റുകൾ അടുത്തു വരുന്നു. അപ്രതീക്ഷിതമായ സമയം മരണം നമ്മെ അഭിമുഖീകരിക്കാം. ഇന്ന് രാത്രി ഇതിനുള്ള ദർശനം പ്രാപിച്ച ദൈവമക്കൾ ഭാഗ്യശാലികളാ. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം.
നാം ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം മനസ്സിൽ കരുതുക, അടുത്തത് ഒരു ശവപ്പെട്ടിയുടെ ചിത്രവും മനസ്സിൽ കരുതുക. ഒന്നിൽ നമ്മുടെ ജീവിതം തുടങ്ങി, അടുത്തതിലേക്ക് നമ്മുടെ ജീവിതം നീങ്ങുന്നു. സ്തോത്രം. ആകെ അൽപ മുഖം മാറി പറഞ്ഞു മാത്രം എന്റെ ആകെ അൽപ നേരം മാത്രം എന്റെ യാത്ര യേശുവേ നിനക്കു സ്തോത്രം. രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ രാത്രി അരനാഴിക നേരം എന്ന സിനിമയ്ക്ക് വേണ്ടി സത്യൻ പ്ലാൻ ചെയ്തത് കൊണ്ട് അത് ശോകപ്പാട്ടായി പോയി. പക്ഷെ നാഗർ സാഹിബ് പെട്ടിക്കകത്ത് കിടന്ന് പാടിയ പാട്ടല്ല ഇത്. ഒന്ന് കരമടിച്ച് ഒരു സ്റ്റാൻസ് ഒന്ന് പാടാമോ? എല്ലാവരും കരമടിച്ച്. ആകെ അൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. ആകെ അൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും. രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ പ്രശോഭിക്കുന്ന ഈ രാത്രി നിങ്ങളുടെ കണ്ണുകൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഉയർത്തി അന്തിമ വിധി ദിനത്തെ കാണണം. നാം ഇവിടെ ഇരിക്കുന്നത് സത്യമാണെങ്കിൽ, നാം ഇവിടെ ആരാധിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇതുപോലൊരു വിധി ദിനം വരാൻ തുടങ്ങുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കളുടെ നാവുകൾ സ്തോത്രത്തോടെ ഉയരുന്ന രാത്രിയാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇതാ തീ ജ്വലിക്കുന്ന ഒരു സിംഹാസനം ഉയരത്തിൽ തയ്യാറായി നിന്ന് കഴിഞ്ഞു. തീ ജ്വലിക്കുന്ന ഒരു സിംഹാസനം. ആ സിംഹാസനത്തിൽ, അഗ്നി ജ്വലിക്കുന്ന സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ആരാ? ദൈവത്തിന് സ്തോത്രം. ഇരിക്കുന്നത് ആരാ? ബുദ്ധിരാക്ഷസന്മാരാരുമല്ല, യുഗപ്രഭാവന്മാരാരുമല്ല, സമുദായ പരിഷ്കർത്താക്കൾ ആരുമല്ല, മത നേതാക്കന്മാരാരുമല്ല. മാനവ ചരിത്രത്തിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരുവനുണ്ട്. അത് ഈ രാത്രി നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. അവൻ ഇതാ ഉയരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയല്ല പുത്രനെ കൊടുത്തിരിക്കുന്നു. കാരണം മറ്റൊന്നല്ല, ദൈവത്തിന്റെ സ്തോത്രം, തന്റെ പുത്രനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ അതിനുള്ള ഉറപ്പ് തൻ ലോകത്തിന് കൊടുത്തിരിക്കുന്നു. മാനവ ചരിത്രത്തിൽ മരണത്തിന്മേൽ ജയമെടുത്ത ഒരുവനെ ഉള്ളൂ. അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. വെസ്റ്റ്മിനിസ്റ്റർ ആബി ലോകത്തിലേക്കും ഏറ്റവും വലിയ കല്ലറപ്പട്ടണമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. കയറിയെ കൊണ്ട് ചെല്ലുന്നതിന് വലത്തുവശത്ത് വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത കിങ് ജെയിംസിന്റെ കല്ലറയുണ്ട്. ഇംഗ്ലണ്ടിനെ കിടുകിട വിറപ്പിച്ച രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും കല്ലറകളുടെ നീണ്ട നിര എവിടെയുണ്ട്? ഞങ്ങൾ പറയട്ടെ, സലാലയിലെത്തിയാൽ ഇയ്യോബിന്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇയ്യോബിന്റെ കല്ലറ കോഴിക്കോട്ടുകാരന് സ്നേഹിതന് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സലാലയിലെ ഇയ്യോബിന്റെ കല്ലറ. മക്കപ്പേല ഗുഹയിലെത്തു. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ, ലേയയുടെ ശവകുടീരങ്ങൾ 20 അടി മാറി കാർപ്പെട്ടിട്ട് മൂടി മനോഹരമായി നിങ്ങൾക്ക് കാണാം. നിങ്ങൾ മക്കയിലെത്തു. മുഹമ്മദ് നബിയുടെ ശവകുടീരം വെള്ളി, സ്വർണ്ണ, രക്തബന്ധങ്ങളാൽ അലങ്കരിച്ചു നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇറാനിലെത്തു. പേർഷ്യൻ രാജാക്കന്മാരുടെ കല്ലറകളുടെ ഇടയിൽ പുരാതന ഭക്തനായ ദാനിയേലിന്റെ കല്ലറ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഞാൻ ഇന്ന് രാത്രി ഒരു വസ്തുത പറയട്ടെ. മേൽപ്പറഞ്ഞ ഇറാനിലെ ദാനിയേൽ പ്രവാചകന്റെ കല്ലറ, സലാലയിലെ ഇയ്യോബിന്റെ കല്ലറ, മക്കയിലെ മുഹമ്മദ് നബിയുടെ കല്ലറ,
എന്തിന്? ദൈവത്തിന് സ്തോത്രം. അത് മക്കപ്പേല ഗുഹയിലെ ശവകുടീരം. ഇവയുടെ മേൽമൂടി തകർത്താൽ അതിനകത്തുനിന്ന് വാരിയെടുക്കുന്ന ശവധൂളികകൾക്കകത്ത് മരിച്ചവരുടെ തിരിശേഷിപ്പുകൾ ഇവിടെ കിട്ടും. എന്നാൽ തിരിശേഷിപ്പ് അവശേഷിപ്പിക്കാതെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയേ ഉള്ളൂ. ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കല്ലറ. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ രാത്രി പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് വിശുദ്ധന്മാർ ഉയർക്കും. ജീവൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോകത്തിലെ സകല മതങ്ങളും സ്ഥാപകരുടെ നാറിയ കല്ലറയുടെ മുകളിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിനാൽ തുറന്നു കിടക്കുന്ന കല്ലറയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. അത് നസ്രായനായ യേശുവിന്റെ മാർഗമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഇത് സംഭവിക്കും. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. മനുഷ്യവർഗത്തിന് ഉയർപ്പുണ്ട്. കല്ലറയ്ക്കപ്പുറത്ത് ഉയർപ്പ് യാഥാർത്ഥ്യമാണോ? മരണാനന്തരം പുനരുത്ഥാനം യാഥാർത്ഥ്യമാണെന്ന് ഉറപ്പിക്കും ശാസ്ത്രീയ തെളിവുകൾ വല്ലതുമുണ്ടോ? മരണാനന്തരം ന്യായവിധി ഉണ്ടാകുമോ? പുനരുത്ഥാനാനന്തരം പുനരുത്ഥാന ശരീരത്തിന്റെ സ്വഭാവം എന്താണ്? പുനരുത്ഥാന ശരീരവും മറ്റേ ശരീരവും അഥവാ ഈ ശരീരവും തമ്മിലുള്ള ലിറ്ററൽ ബോഡി എന്നുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? പുനരുത്ഥാന ശരീരം ആത്മമണ്ഡലത്തിൽ പാർക്കുന്ന സ്ഥലം എവിടെയായിരിക്കും? മരണാനന്തരം ശരീരരഹിതമായി ആത്മാക്കൾക്ക് പുനരുത്ഥാനം വരെ നിലനിൽപ്പ് ഏത് ബോഡിയിലാണ്? ശാസ്ത്രീയമായി തെളിയിക്കാമോ? നിരവധി തെളിവുകൾ നിരത്തുവാനുണ്ടെങ്കിലും ഞാൻ ഇന്ന് രാത്രി പറയട്ടെ. ഇന്നേക്ക് ചില നാളുകൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിൽ DNA ആദ്യമായി ചരിത്രത്തിൽ കണ്ടെത്തിയ ലാബ് സന്ദർശിക്കുവാൻ അവസരം കിട്ടിയ സന്ദർഭം ഹൃദ്യമായി ഞാൻ ഓർക്കുന്നു. നിരവധി പുരാതനകാല ഹിമകരടികളുടെ, മാമത്തുകളുടെ, പറക്കുന്ന ഡിനോസറുകളുടെ മുഴുവൻ അസ്ഥികൂടങ്ങൾ അവിടെ ഗവേഷണ പരീക്ഷണ നിരീക്ഷണത്തിനായി വെച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, 16 കൊല്ലം മുൻപ് ചത്തുപോയ എലിയുടെ കോശം ക്ലോൺ ചെയ്ത് അതിൽ നിന്ന് അതുപോലെ എലിയെ പുനർജീവിപ്പിച്ചിരിക്കുന്ന കാഴ്ച അത്ഭുതകരമായിരിക്കുന്നു. 16 കൊല്ലം മുൻപ് ചത്തുപോയ എലിയുടെ കോശത്തിൽ നിന്ന്, എലിയുടെ രോമത്തിൽ നിന്നാണ് എലിയെ അതുപോലെ പുനർജീവിപ്പിച്ചിരിക്കുന്നത്. അവിടെയുള്ള ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനോട് ഞാൻ ചോദിച്ചു, സാർ, 16 കൊല്ലം മുൻപ് ചത്തുപോയ ഒരു എലിയുടെ കോശത്തിൽ നിന്ന് ആ എലിയെ ലിറ്ററലായി നിങ്ങൾക്ക് മടക്കി വരുത്താൻ കഴിഞ്ഞെങ്കിൽ വംശനാശം ഭവിച്ചതോ പുരാതന കാലത്ത് ജീവിച്ചിരുന്നതോ ആയ ആളുകളുടെ അസ്ഥികൂടങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൽ നിന്ന് ആ വ്യക്തികളെ ലിറ്ററലായി ചരിത്രത്തിലോട്ട് മടക്കി വരുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഉടനെ ആ ഇന്ത്യൻ ശാസ്ത്രജ്ഞനോട് പറഞ്ഞ മറുപടി ഇതാണ്, പാസ്റ്റർ, ഒരു എലിയുടെ രോമത്തിൽ നിന്നും DNA-യിലൂടെ ആ എലിയെ ശാസ്ത്രം മടക്കി വരുത്തിയെങ്കിൽ അധികം താമസിക്കാതെ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ മരിച്ചുപോയ മനുഷ്യന്റെ അസ്ഥി കിട്ടിയാൽ DNA-യിലൂടെ അവനെ മടക്കി വരുത്താനുള്ള ദിവസങ്ങൾ വിദൂരമല്ല. അത് കേട്ടപ്പോൾ തുള്ളിച്ചാടി. കാര്യം എന്നറിയാമോ? എന്റെ കർത്താവ് പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുത്ഥാനം ചെയ്യുമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ, യാഥാർത്ഥ്യമാണ് പുനരുത്ഥാനം എന്ന് വിശ്വസിക്കുന്നത് നാം കണ്ണുയർത്തി നോക്ക്. ഒരു ദിവസം നാം ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്നത് പോലെ നിത്യതയുടെ തീരത്ത് കാണുന്ന ആത്മാവിൽ കാണുന്നുണ്ടെങ്കിൽ വായന ചിരിക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ ദിവസത്തെയോർത്ത് സ്തോത്രം ചെയ്യുന്ന രാത്രിയാണ്. നിങ്ങൾക്കറിയാമോ, സാധു സുന്ദര സിംഗ് തന്റെ ജീവിതാനുഭവങ്ങളിൽ കുറിച്ചിരിക്കുന്ന ചില പ്രത്യേക ഭാഗങ്ങളുണ്ട്. അദ്ദേഹം ഹിമാലയ മേഖലയിൽ ഒരു ദിവസം പ്രാർത്ഥനാ നിരതനായിരുന്നപ്പോൾ ശരീരരഹിതമായ ഒരു അനുഭവം തനിക്കുണ്ടായി. അനുഭവം മറ്റൊന്നല്ല, ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് കയറി ഉയർന്ന ആത്മലോകത്തിലെത്തുന്ന ഒരു വിശേഷ അനുഭവം. അദ്ദേഹം തന്റെ അനുഭവക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു, ശരീരത്തിൽ നിന്നും തന്റെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് ആത്മലോകത്തെത്തി. അപ്പോൾ ഒരാളത്വം തന്റെ കൺമുൻപിലെത്തുന്നു. ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സാർ, എന്നെ അറിയുമോ? സുന്ദര സിംഗ് പറഞ്ഞു, അറിയില്ലല്ലോ. ഒരാഴ്ച മുമ്പ് ഇവിടെ അടുത്തുള്ള ഇന്ന കുഷ്ഠരോഗ ആശുപത്രിയിൽ ഒരു മറശീലയ്ക്കുള്ളിൽ മരണത്തോട് മല്ലടിക്കുന്ന മൂക്കും വിരലുകളും ഒക്കെ കുഷ്ഠരോഗത്തിന്റെ കാഠിന്യം കൊണ്ട് മുറിഞ്ഞു പോയ ഒരു ശരീരത്തിന്റെ അടുക്കലിരുന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നു. ആ ആളാണ് ഞാൻ. ഇന്നലെ ഇന്ന സമയത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ മരിച്ചു. നോക്കൂ സാർ, ഞാൻ ഇവിടെ വന്നു. എന്റെ മുറിഞ്ഞു പോയ മൂക്ക്, എന്റെ ദ്രവിച്ചു പോയ വിരൽ തിരിച്ചു വന്നിരിക്കുന്നു. ആത്മനിദ്രയിൽ നിന്ന് ഉണർന്ന സാധു
നേരെ ആ കുഷ്ഠരോഗാശുപത്രിയിലെത്തി. താൻ കഴിഞ്ഞ ദിവസം ശുശ്രൂഷയിൽ സാക്ഷ്യം പങ്കുവെച്ച ആ മനുഷ്യൻ മരിച്ചോ എന്ന് ചോദിച്ചു. മരിച്ചു എന്ന് പറഞ്ഞു. അധികൃതർ രജിസ്റ്റർ എടുത്തപ്പോൾ അയാൾ ആത്മലോകത്ത് വെച്ച് നേരിട്ട് പറഞ്ഞ മരണസമയവും രജിസ്റ്ററിൽ കുറിച്ചിരിക്കുന്ന മരണസമയവും ഒരുപോലെയായിരുന്നു. അത്ഭുത പരതന്ത്രനായ സുന്ദര സിംഗ് ഇങ്ങനെ കുറിച്ചു: മരണാനന്തരം യാഥാർത്ഥ്യമാണെന്ന് എന്റെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു. നിങ്ങൾക്കറിയാമോ, കേരളം കണ്ട കരുത്തുറ്റ ബുദ്ധിരാക്ഷസൻ വി ആർ കൃഷ്ണയ്യരെ ഗുരു നിത്യചൈതന്യ യതി എന്നറിയപ്പെടുന്ന ഫിലോസഫറോടൊപ്പം മരണവാദിനപ്പുറം എന്ന മനോരമയിലെ ആർട്ടിക്കിൾ പരമ്പര കുറിക്കുമ്പോൾ താൻ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ ഭാര്യയുടെ മരണം വരെ ഞാൻ നിരീശ്വരവാദി, എന്റെ ഭാര്യയുടെ മരണാനന്തരം ഞാൻ ഈശ്വര വിശ്വാസി. കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ല, മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുപോലെ പറയുന്നു, ഇത് വാതിലാണ്. ഇന്ന് രാത്രി എനിക്ക് നിത്യതയെ കാണണമെന്ന് കൊതിക്കുന്ന ദൈവമക്കളുടെ നാവിൽ സ്തോത്രം ഉയരുന്ന രാത്രിയാണ്. രാത്രി ഈ കൃപ ലഭിച്ച ദൈവമക്കളെ ആത്മാവിൽ ആരാധിക്കണമെങ്കിൽ ഈ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ആ അനുഭവം കണ്ട് ഇന്ന് രാത്രി ഇവിടെ ആരാധിച്ച് മടങ്ങി പോകാവൂ. അന്ധകാര ശക്തികൾ നിന്റെ കണ്ണുകളെ ബന്ധിച്ച് ഈ മണ്ണിനെ നിത്യതയേക്കാൾ വലുതായി കാണത്തക്ക വിധം അന്ധകാരാധിപത്യങ്ങൾ നരകത്തിലേക്ക് വലിച്ചടിക്കുമ്പോൾ ഇവിടെ മുഴങ്ങുന്ന വചനത്തിന്റെ വ്യാപാര ശക്തിയാൽ നിന്നെ കെട്ടടിച്ച് രാത്രി നിത്യതയ്ക്കായി നിന്നെ ഒരുപടി ഉയർത്തുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഈ ഹോളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃപ പ്രാപിച്ച കർത്തൃദാസന്മാരുടെ അധരങ്ങളിൽ പ്രാർത്ഥന ഉയരട്ടെ. ചില കണ്ണുകളിൽ രാത്രി നിത്യതയ്ക്കായി തുറക്കുന്ന രാത്രിയാകട്ടെ. നിങ്ങൾക്കറിയാമോ, ഇവിടെ എന്തെല്ലാം നേടിയെങ്കിൽ എന്താ? മെരിജോൺ തോട്ടം കുത്തിക്കുറിച്ചത് ഓർമ്മയുണ്ടോ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിദ്യരും അമർന്നു പോയി കാലചക്രത്തിരിവിൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ധരിക്കണം. സാധു കൊച്ചുകുഞ്ഞുപദേശി കുത്തിക്കുറിച്ചത് ഓർമ്മയുണ്ടോ? വണ്ണം പെരുത്താലും മണ്ണിൻ നിരയാകും, കണ്ണിന്റെ ഭംഗിയും കൊട്ടാരമായാലും വിട്ടേ മതിയാകും, കൊട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും, 10,000 നില പൊക്കിപ്പറതാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. കേട്ടോ, ശാസ്ത്രത്തിന്റെ നീളം കൂടിയ ഊഞ്ഞാലിൽ ആന്തോളനമാടുന്ന ആധുനിക സുഹൃത്തെ, മരണം ഒരു ദിവസം നിന്റെ പടിവാതിൽ മുട്ടുമ്പോൾ നിസ്സഹായതയിൽ കൈമലർത്താതെ ഞാൻ തയ്യാറെന്ന് പറയത്തക്ക ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാണ്. എന്റെ മുൻപിരിക്കുന്ന അഭിഷിക്തന്മാരെ, എന്റെ മുൻപിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കളെ, ആരടി മണ്ണിൽ നീറുന്ന നീക്കങ്ങളേക്കാൾ നിത്യതയാണ് വലുതെന്ന് ദർശനം പ്രാപിച്ച ഭക്തൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ ആത്മാവിൽ പറയാം, എനിക്കൊരു കൊതിയുണ്ട്, എന്റെ മരണക്കിടക്ക പ്രമോഷന്റെ വേദിയാകണം. നിങ്ങൾക്കറിയുമോ എന്താണ് ഒരു സുവിശേഷകന്റെ ഏറ്റവും വലിയ ദർശനം? ഞാൻ ചോദിക്കുന്നു, എന്താണ് ഒരു അഭിഷിക്തന്റെ ലക്ഷ്യം? ഭൗതിക നേട്ടങ്ങളെ ജനത്തിന് മുൻപിൽ വലുതായി അവതരിപ്പിച്ച് ഒരുതരം വൈകാരികമായി ജനത്തെ ഇക്കിളിയിട്ടുകൊണ്ട് സദസ്സിനെ സിസ്റ്റം കൊണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യുകയല്ല ഒരു അഭിഷിക്തന്റെ ലക്ഷ്യം. എന്റെ മുൻപിലിരിക്കുന്ന ദൈവവൈദ്യൻ ഇന്ന് രാത്രി ഉറങ്ങുന്ന ഉറക്കറ മരണയറയായി മാറിയാൽ, നിന്റെ കണ്ണു തുറന്നാൽ നിത്യതയിലാകത്തക്ക വിധം നിന്നെ ഒരുക്കുകയാണെങ്കിൽ ഞാൻ ധന്യനായി സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളക്കരയിൽ മലയാളികൾ നെഞ്ചിലേറ്റി ഓമനിക്കുന്ന നിരവധി പാട്ടുകൾ എഴുതിയ ഭക്തനായ സാധു കൊച്ചുകുഞ്ഞുപദേശി മരണത്തോടടുക്കുന്ന സമയം പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ? ചാക്കോ ശിഷ്യൻ, ചാക്കോ, ഇത് യാത്രയ്ക്കുള്ള വണ്ടിയാണ്. പുതിയ മുണ്ടും ഷർട്ടും തേച്ചു വയ്ക്കുക. കരയുന്നവരുടെ മധ്യത്തിൽ കൈവിലക്കിട്ടുകൊണ്ട് പറഞ്ഞു, കരഞ്ഞ് എന്നെ അസഹ്യപ്പെടുത്തരുത്. എന്നിട്ട് പറഞ്ഞ അടുത്ത വാചകം, എന്റെ ശവകുടീരത്തിന്റെ തലയ്ക്കൽ ഇങ്ങനെ എഴുതി വയ്ക്കണം, അടയാറന്മുള മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഭൗതിക ശരീരം ഇവിടെ വിശ്രമിക്കുന്നു. ആത്മാവ് നക്ഷത്രഗോളങ്ങൾക്കപ്പുറത്ത് കർത്താവിനെ എതിരേൽപ്പാൻ കടന്നു പോയിരിക്കുന്നു. എന്റെ കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ തന്റെ വിശുദ്ധ ദൂതന്മാരുമായി തിരികെ വരുമ്പോൾ നമുക്കിനി തമ്മിൽ കാണാം, തൽക്കാലം വിടാം. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു, കർത്താവേ, എന്റെ ദിവസത്തിന്റെ ഒടുവിലത്തെ മിനിറ്റുകളിൽ അത് പറഞ്ഞ് നിത്യതയ്ക്കായി ഉയരത്തക്ക വിധം എന്റെ അഭിഷേകത്തിന്റെ ചൈതന്യം പകരണമേ. ഈ മണ്ണിനേക്കാൾ നിത്യതയെ വലുതായി കാണാൻ എന്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്കറിയുമോ, റേമൻ മൂഡി എന്ന നിരീശ്വരവാദി ദൈവാസ്തിക നിഷേധിയാണ്. യേശു ക്രിസ്തുവിന്റെ ആസ്തിക്ക് ഉൾപ്പെടെ നിഷേധിക്കുന്നയാളാണ്. അദ്ദേഹം തന്റെ ക്ലിനിക്കിൽ
ഒരു രോഗിയെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആൾ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ക്ലിനിക്കൽ ഡെത്ത് ഈ ബോഡിയിൽ സർട്ടിഫൈ ചെയ്തു. എന്ന് പറഞ്ഞാൽ ബ്രെയിന്റെ സെല്ലുകൾ നിശ്ചലമായി എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ഡെത്ത് ഈ ബോഡിയിൽ സർട്ടിഫൈ ചെയ്യും. സർട്ടിഫൈ ചെയ്ത ബോഡി ഫ്യൂണറൽ ഹോമിലേക്ക് കൊടുത്തുവിടാൻ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂക്കിൽ പഞ്ഞി കുത്തി തിരികെ ശരീരം സ്പിരിറ്റ് കൊണ്ട് തുടച്ച് ശരീരം ഒരുക്കി ബോഡി ഒരു നേഴ്സ് ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഈ കൺപോളകൾ ചലിക്കുന്നു. നേഴ്സ് ഓടിക്കുന്നു ഡോക്ടറോട്, ഡോക്ടർ ആ ബോഡിയുടെ കൺപോളകൾ ചലിക്കുന്നു. പ്രഥമ ശുശ്രൂഷകൾ നൽകി. അതോടെ ഈ മനുഷ്യൻ മടങ്ങി വന്നു. അയാളോട് ചോദിച്ചു, റെയ്മണ്ട് മൂഡി എന്ന നിരീശ്വരവാദി, ദൈവാസ്തിക നിഷേധി, അയാളോട് ചോദിച്ചു, നിങ്ങൾ അനുഭവം എന്താണ്? അപ്പോൾ അയാൾ പറഞ്ഞു, നെഞ്ചത്ത് ഉപകരണം വെച്ച് പരിശോധിച്ചിട്ട് പോയല്ലോ എന്ന് പറയുന്നത് എനിക്ക് നന്നായി കേൾക്കാമായിരുന്നു. എന്റെ ശരീരത്തിനകത്ത് നിന്നും തൂവൽ പോലെ ഭാരം കുറഞ്ഞ ഒരാളത്വം പുറത്തേക്ക് ഇറങ്ങി. എന്റെ ആ ബോഡിക്ക്, ശരീരത്തിന് നല്ല കാഴ്ച, അത് നല്ല കേൾവിയായിരുന്നു. ഈ ശരീരം തിരച്ചീനമായി ഈ ബെഡിൽ കിടക്കുന്നത് എനിക്ക് നേരിട്ട് കാണാമായിരുന്നു. ഞാൻ മുകളിലേക്ക് ഉയർന്നു. എന്റെ കൂടെ മറ്റൊരാൾ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു വഴിയുടെ വാതിക്കലെത്തി. എന്നോട് കൂടെ വന്നയാളിനെ അകത്തേക്ക് വിളിച്ചു. എന്നോട് മടങ്ങിപ്പോകൂ എന്നൊരു ശബ്ദം കേൾക്കായി വന്നു. ഞാൻ യാന്ത്രികമായി മടങ്ങി ഈ ശരീരത്തിൽ പ്രവേശിച്ചു. മരണാനന്തരം പേർ വിളിക്കുമോ? മരണാനന്തരം യാത്ര ചെയ്യുമോ? മരണാനന്തരം തിരിച്ചറിവുണ്ടോ? ദൈവത്തിന് സ്തോത്രം. റെയ്മണ്ട് മൂഡി എന്ന നിരീശ്വരവാദിയുടെ ചിന്തയ്ക്ക് ചിറക് വെച്ചു. അയാൾ അന്വേഷണം ആരംഭിച്ചു. മരിക്കാൻ കിടക്കുന്ന 100ഓളം ബോഡികളിൽ നടത്തിയ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഒടുവിൽ അദ്ദേഹം കുറിച്ച ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ താൻ കുറിച്ചു വെച്ച വരികൾ ഇങ്ങനെയാണ്: കിട്ടിയിടത്തോളം തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിച്ചാൽ മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ല, അത് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ്. സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ നാമങ്ങൾ ചലിക്കും ഇവിടെ. ഇന്ന് രാത്രി ഇവിടെ ഇന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവവൈദ്യരെ, ഈ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയുന്നു, നിത്യത യാഥാർത്ഥ്യമാണ്. ഈ രാത്രി യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് നിന്റെ നിത്യത പരിശോധിച്ചിട്ട് ഈ മണ്ണ് വിടാവൂ. അഭിഷേകത്തിന്റെ ചൈതന്യം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന രാത്രിയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങളെ ആ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. വളരെ മണിക്കൂറുകൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഉപസംഹാരത്തിൽ ഞാൻ പറയട്ടെ. നോക്കുക, ഉയർന്നു നിൽക്കുന്ന തീ ജ്വലിക്കുന്ന ഒരു സിംഹാസനം. തീ ജ്വലിക്കുന്ന ഒരു സിംഹാസനം. ആ തീ ജ്വലിക്കുന്ന സിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് ജഡ്ജിമെന്റ് സീറ്റിൽ ഇരിക്കുന്നു. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്യുന്നു. 10,000 പേർ അവന്റെ മുൻപിൽ നിൽക്കുന്നു. തീ നദിയൊന്ന് നുരഞ്ഞ് പതഞ്ഞ് മുൻപിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. സിംഹാസനത്തിന് മുൻപിൽ നിയമഗ്രന്ഥങ്ങൾ തുറക്കപ്പെടുന്നു. ഈ മുൻപിൽ നിൽക്കുന്ന ആളുകൾ ആരാണ്? ഹന്നാവും കയ്യാഫാവും പീലാത്തോസും ഹേരോദാവും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം നിരനിരയായി വന്ന് നിൽക്കുകയാണ്. അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, അയ്യോ, ഈ ഇരിക്കുന്ന ആരെന്നറിയാമോ? പണ്ട് ആശാരി തച്ചൻ കൊച്ചനെന്ന് നമ്മൾ പരിഹസിച്ചു പറഞ്ഞ ആ കൊച്ചാശാരിയുടെ മകൻ. കേവലം ആശാരി കൊച്ചനല്ല, ഈ പ്രപഞ്ചം പടുത്ത മഹാ ആശാരിയുടെ ആ പെരുന്തച്ഛന്റെ ഏകജാതനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവരുടെ മുട്ടുകൾ അവിടെ മടങ്ങും. ഇന്ന് രാത്രി പറയട്ടെ, ഒരു വാക്യം എന്നോടൊപ്പം വിശ്വസിക്കുന്ന ദൈവമക്കൾ വാതുറന്ന് പറയണം. ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവമക്കൾ ഈ ഒടുവിലത്തെ മിനിറ്റുകളിൽ ആരാധിച്ചുകൊണ്ട് വേണം ആ വാക്യം പറയാൻ. അവൻ ദൈവരൂപത്തിലിരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ ഒഴിച്ച ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. ആമേൻ പറയാൻ എത്ര ദൈവമക്കളുടെ നാമങ്ങൾ ചലിക്കും. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് പിതാവിന്റെ മഹിമയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇന്ന് രാത്രിയിൽ യാഗം കത്തുകയാണ്. ഇവിടെ കൃപ ലഭിച്ച ദൈവവൈദ്യരെ നീ പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വമോർത്താൽ നിന്റെ ഉള്ളം തുടിക്കണം. ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾ നിത്യതയുടെ തീരം ആത്മാവിൽ കണ്ടാട്ടെ. ഇവിടെ
ശുശ്രൂഷ ചെയ്യുന്നു. 10,000 പേർ അവന്റെ മുൻപാകെ നിൽക്കുന്നു. ന്യായവിസ്താര സഭ ഇരിക്കുന്നു. പുസ്തകങ്ങൾ തുറക്കുന്നു. തീ നദി അവന്റെ മുൻപിൽ പതഞ്ഞു നുരഞ്ഞൊഴുകുന്നു. രാത്രി കൃപ ലഭിച്ച ദൈവമക്കളവർക്ക് അവിടെ സിംഹാസനത്തിന് മുൻപിൽ സകലരും മുട്ടുമടക്കി നിൽക്കുന്നു. എന്നിട്ട് അവർ എന്താ വിളിച്ചു പറയാൻ തുടങ്ങുന്ന മുദ്രാവാക്യം? യേശു ക്രിസ്തു കർത്താവ്. ഓ, ഞാൻ രാത്രി ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ്. കത്തിച്ചൊലിച്ച് നിൽക്കുന്ന നിത്യതയുടെ തീ കടലിന്റെ കരയിൽ കോടി കോടി വിശുദ്ധന്മാർ ഒരുമിച്ച് ചുറ്റി ചുഴന്ന് നിൽക്കുന്ന ആ മഹാസംഗമ നഗരിയിൽ എന്റെ മുൻപിൽ നിന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കളിൽ പലരും ആ ദൈവസിംഹാസനത്തിന് അടുക്കൽ നിൽക്കുമ്പോൾ ഈ രാത്രി മുട്ടുമടക്കാത്ത പല പ്രിയപ്പെട്ടവരും അവിടെ മുട്ടുമടക്കിയിട്ട് വാ തുറന്ന് പറയും, യേശുവാണ് കർത്താവ്. രാത്രി കരം ഉയർത്തി പറയാമോ? ആ കരം ഉയർത്തി പറയാമോ? യേശുവാണ് കർത്താവ്. എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം ഞാൻ പറയാം കേട്ടോ. പറയുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഏറ്റു പറയുമെന്നാ. ഏറ്റു പറയണമെങ്കിൽ ആദ്യം പറയാൻ ഒരു കൂട്ടർ വേണേ. നാട്ടിലെ ഏറ്റുപറച്ചിലൊക്കെ ഇൻകുലാബ് സിന്ദാബാദിൽ കഴിച്ചില്ലേ, ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ നട്ടല്ലൂരി കൊട്ടയിട്ട് അയ്യാറിട്ടിന് ഉളവാക്കും എന്നൊക്കെ മുന്നേ എന്ന് പറയുമ്പോൾ പുറകിൽ അമ്മച്ചിയാണെങ്കിലും അങ്ങനെ തന്നെ സിന്ദാബ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ മുന്നേ നിന്ന് പറയുന്ന അതുപോലെ പുറകിൽ അനുയായികൾ പറഞ്ഞു. അതാണ് ഏറ്റുപറച്ചിൽ. ഇന്ന് രാത്രി പറഞ്ഞിട്ട് നിത്യതയുടെ തീരത്ത് ഏറ്റുപറച്ചിൽ നടക്കാൻ പോവുക. അവിടെ പറയാൻ പോകുന്ന ഏറ്റുപറച്ചിൽ യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ്. രാത്രി പറയട്ടെ, അത് ആദ്യം പറയാൻ ഒരു കൂട്ടർ ഉള്ളതുകൊണ്ടല്ലേ ഏറ്റു പറയാൻ ഇവരുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏറ്റു പറയാൻ വേണ്ടി ആദ്യം പറയുന്നത് ആരായിരിക്കും? അത് ആദ്യം പറയാനുള്ളവരാണ് ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാത്രി കൃപ ലഭിച്ച ദൈവമക്കളെ, അവരായിരം പേരാണെങ്കിൽ ഏറ്റു പറയുന്ന 10,000 പേരായിരിക്കും. ഭൂരിപക്ഷം ആളുകൾ ഏറ്റു പറയും, ന്യൂനപക്ഷം ആളുകൾ ആദ്യം പറയും. എല്ലാ യോഗത്തിന് വരാതെ എടാ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്, ഞങ്ങളുടെ ഇടവകയിൽ എത്ര ഉണ്ടെന്ന് പറയാമോ? ഭൂരിപക്ഷത്തിന്റെ കൂടെ നിന്ന് നരകത്തിൽ പോകുന്നതിനേക്കാൾ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിന്ന് സ്വർഗത്തിൽ പോകുന്നതാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ രാത്രി കണ്ണൊന്ന് ഉയർത്തി നോക്ക്. ഓ, രക്തത്താൽ ജയം, യേശുവാണ് കർത്താവ് എന്ന് വിശുദ്ധ അധരങ്ങളിൽ ഉയരുന്ന പദങ്ങൾ അവിടെ ഏറ്റുപറയുക മാത്രമല്ല, സ്വർഗത്തിൽ പോകുന്നതാണ് എഴുതിയിരിക്കുന്നത്. തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ആത്മശരീരങ്ങൾ തീപ്പൊയ്കയിൽ തള്ളപ്പെടുമ്പോൾ നമ്മുടെ കർത്താവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 പ്രയോഗങ്ങളുണ്ട്. അവിടെ കരച്ചിലും, ഇത് രണ്ടും കൂടെ ഒരുപോലെ ഒരേ സമയം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ ഒന്ന് കണ്ടച്ചു പോകും. കരയണമെങ്കിൽ വാ പൊളിച്ചു പിടിച്ച് കരയണം, പല്ല് കടിക്കണമെങ്കിൽ അടുപ്പിച്ച് പിടിച്ച് കടിക്കണം. ഇത് കേവലം പദപ്രയോഗമല്ല, 2 വികാരങ്ങളുടെ പ്രതികരണമാണ്. കരച്ചിൽ നഷ്ടബോധത്തിന്റെയും പല്ലുകടി വൈരാഗ്യത്തിന്റെയും. അല്ലെ, പരീക്ഷിച്ചു നോക്ക്. സ്തോത്രം. നഷ്ടബോധം വരുമ്പോഴാണ് കരയുന്നത്, വിദ്വേഷവും പകയും വരുമ്പോഴാണ് പല്ല് കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തീ നദിയിലേക്ക് തള്ളപ്പെടുന്ന മനുഷ്യകുലം 2 വികാരങ്ങളാൽ ഭരിക്കപ്പെടും. ഒന്ന്, നഷ്ടബോധ നിമിത്തം വാ പൊളിച്ച് കരയും. അയ്യോ, ആ ഖത്തറിലെ യോഗത്തിൽ ഈ വചനം തന്നെ പച്ചയ്ക്ക് കേട്ടു, ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർക്കുമ്പോ വാ പൊളിച്ച് കരയും. ഇച്ചിരി നേരം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വരും, കൂട്ടായ്മയ്ക്ക് പൊക്കോ, കൂട്ടത്തിൽ കൂടിയേക്കരുത്, കൂടിയ ചിഞ്ഞോട്ട് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിലക്കിയ ഇവനാണല്ലോ എന്നെ അങ്ങോട്ട് വിടാഞ്ഞത് എന്ന് പറഞ്ഞ് ഓർക്കുമ്പോ അവനെ ഇപ്പൊ കിട്ടിയിരുന്ന പിടിച്ചൊരു കടി കൊടുത്തതിനെ പറഞ്ഞ് സ്വയം ഒരു കടി. അന്ന് കടിച്ചിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്ന് രാത്രി കരയാൻ തയ്യാറാണെങ്കിൽ അനുതാപപത്രം 51-ാം സങ്കീർത്തനത്തിലുണ്ട്. ഇന്ന് രാത്രി കരയാൻ ഒരാൾ തയ്യാറാണെങ്കിൽ നിന്നെ കഴുകാൻ കഴിവുള്ള നിയമരക്തത്തിന്റെ തുള്ളി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി കാണുന്ന സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹോളിനകത്ത് മാത്രമാണ്, ഇതിന് പുറത്തെ ഹോളുകളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അന്ധകാര ശക്തികൾ മുഖം വെച്ച് ചില വ്യക്തികളെ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രിയപ്പെട്ട മുഖം വെട്ടി ദൈവം സ്വതന്ത്രനാക്കുന്ന രാത്രിയാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ നാവുകളിൽ അധികാരത്തോടെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. അബ്ദുൽ കടലിന ദിഗൽക്കടല് രാവിലെ രാജനാനക ഈ രാത്രി ദൈവശക്തി ഹോളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അഭിഷേകത്തിന്റെ തൈല നദിക്കുന്ന രാത്രി ഒഴുകുകയാണ്. നാഥന്റെ കരച്ചിൽ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന രാത്രിയാണ്. എന്റെ മുന്നിലിരിക്കുന്ന ദൈവങ്ങൾ ആത്മാവിലെ ദിനം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വരട്ടെ, ആത്മാവിലെ ദിനം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വരട്ടെ. പ്രിയപ്പെട്ടവരെ, ചില പ്രിയപ്പെട്ട കണ്ണുകൾ ദൈവാത്മാവിന്റെ
പ്രാർത്ഥനയുടെ ഏറ്റവും വിലപ്പെട്ട സമയം ദൈവസന്നിധിയിൽ നിൽക്കുകയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ഹോളിനകത്തും ഹോളിന് പുറത്തും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ന്യായവിധി യാഥാർത്ഥ്യമാണ്. അനന്യ സഭീറമാരുടെ പാപത്തിന് പുറകിൽ കണക്ക് തീർത്ത ഒരുവന്റെ കരമുയർന്നെങ്കിൽ, ആദിമ ദൂതന്മാരുടെ പാപത്തിന് മുൻപിൽ വെട്ടിയെറിഞ്ഞ് ഇരുട്ടിന്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ഒരു കരമിതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെങ്കിൽ, ആദാമിന്റെ കുടുംബത്തിന്റെ പാപത്തിന് മുൻപിൽ ഏദൻ പറുദീസയിൽ വിധിച്ച ഒരു കരമിതിന്റെ പുറകിലുണ്ടെങ്കിൽ, സൊദോം ഗൊമോറയുടെ പാപത്തിന് പുറകിൽ തീക്കടലിന്റെ വിധി പുറപ്പെടുവിച്ച ഒരു കരമിതിന്റെ പുറകിലുണ്ടെങ്കിൽ, നോഹയുടെ തലമുറയുടെ പാപത്തിന് പുറകിൽ ന്യായം വിധിച്ച ഒരു കരമിന്റെ രാത്രി ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ, ദാവീദിന്റെ പാപത്തിന് മുൻപിൽ കണക്ക് തീർത്ത ഒരു കരമിതിന്റെ പുറകിലുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ ന്യായവിധിയുടെ ദിനങ്ങൾ അടുത്തു വരുന്ന കാഴ്ച കാണുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവ് രാത്രി നിങ്ങളിൽ ചില തോളിൽ തട്ടി ചോദിക്കുന്നു, ന്യായവിധിയുടെ ദിനം നിന്റെ കൺമുൻപിൽ അടുത്താൽ നീ നഷ്ടപ്പെട്ടു പോകുമോ, അതോ പിടിവിട്ട് പോകുമോ, അതോ അവിടെ കാണുമോ? കരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാതെ. ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് കരയുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതൽ നിൽക്കുന്നത് പോലെ രണ്ട് കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ രാത്രിയിൽ സാധുക്കളായ ഞങ്ങളുടെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഈ കൊച്ചായി അതിവേഗം കഴിയും. മാരക രോഗങ്ങൾ ഇവിടെ ആളി പടരുകയാണ്. ക്യാൻസർ ഡിസീസുകൾ ഇവിടെ ആളി പടരുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു കാലത്ത് മനുഷ്യൻ അടിച്ചു പുറത്താക്കിയ 36ലധികം മാരക രോഗങ്ങൾ ഈ മണ്ണിലേക്ക് തിരികെ വന്നു കഴിഞ്ഞു. ഇത് ഹൃദ്രോഗികളെ പിൻപിലാക്കിക്കൊണ്ട് 2015 ഡിസംബർ എത്തുന്നതിന് മുൻപ് ക്യാൻസർ രോഗം ഇവിടുത്തെ 1-ാം നമ്പർ കുലയാളിയായി മാറും എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. പണ്ടൊക്കെ പച്ചക്കറികളിൽ വിഷം തളിക്കുകയുള്ളായിരുന്നു. ഇതാ പച്ചക്കറികളിൽ വിഷം കുളിപ്പിച്ചു കഴിഞ്ഞു. ശരീരത്തിന്റെ ജനിതക ഘടന മാറിക്കഴിഞ്ഞു. എന്നാൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ കരമുയർത്തി പറയുന്നു, എന്തൊക്കെ സംഭവിച്ചാലും നിത്യത യാഥാർത്ഥ്യമാണ്. എന്റെ പേര് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു തുടങ്ങിക്കും. ഇതിനകത്ത് ഞാൻ പറയട്ടെ, മറ്റുള്ളവരെ ആരെയും ശ്രദ്ധിക്കണം. ഞാൻ ആ നിൽക്കുന്ന നിൽപ്പ് രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ഇത്രയും മാത്രം പറ, കർത്താവേ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞാൻ വരികയാണ്. ഞാനാണ് മരണയോഗ്യൻ. എനിക്ക് പകരം നീ മരിച്ചു എന്ന് പറയാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, നിന്നെ കഴുകുന്ന രക്തത്തിന്റെ തുള്ളികൾ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങൾ നെഞ്ചോട് ചേർത്തിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ചരിത്രത്തിൽ യേശുവിനെ ക്രൂശിച്ച ക്രൂശ് ബറബ്ബാസിന് വേണ്ടി, ശ്രദ്ധിക്കണേ, ബറബ്ബാസിന് വേണ്ടി തയ്യാറാക്കിയ ക്രൂശാണെന്നാണ് ചരിത്രരേഖ. ബറബ്ബാസിന് വേണ്ടി തയ്യാറാക്കിയ കുരിശാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയത്. ചരിത്രം ഇങ്ങനെ പറയുന്നത്, ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ പടയാളികൾ യേശുവിന്റെ ക്രൂശിന്റെ അടുക്കൽ നിന്ന് വന്ന പടയാളികൾ ബറബ്ബാസിന്റെ ജയിലിന് മുൻപ് പറഞ്ഞു, ബറബ്ബാസ്, നിനക്ക് പകരം യേശു എന്ന ഒരാൾ ക്രൂശുമായി പോയി. നിന്നെ സ്വതന്ത്രനാക്കാൻ ഗവൺമെന്റ് കൽപ്പിച്ചു. യഹൂദ വിമോചന സംഘടനയിൽ ചെറുപ്പം മുതൽ യേശുവിനെ അറിയാമായിരുന്ന ബറബ്ബാസ് അവൻ വിശുദ്ധനാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അരുത്, ഞാനാണ് മരണയോഗ്യൻ. അപ്പോഴേക്കും തർക്കിക്കുന്നതിനിടയിൽ പടയാളികൾ ബറബ്ബാസിനെ പിടിച്ച് ജയിലിൽ നിന്ന് പുറത്തു തള്ളി. അദ്ദേഹം ജയിൽ വസ്ത്രത്തോടെ രണ്ട് കൈകളും ഉയർത്തി അലറിക്കൊണ്ട് ഓടാൻ തുടങ്ങി. ഇങ്ങനെയാണ് ചരിത്രരേഖ. ഓടി വ്യസനവീഥിയിലൂടെ ഓടുകയാണ്. ഗോൽഗോത്തയിലേക്ക് ഗബത്തയിൽ നിന്ന് ഓടുകയാണ്. ഗബത്തയിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്ന വാചകം, ഞാനാണ് മരണയോഗ്യൻ. ഓടി ഗോൽഗോത്തയിൽ എത്തിയപ്പോഴേക്ക് മരണം കഴിഞ്ഞു. ആ കാലി പടയാളികളെ ഭയപ്പെടാതെ ഓടി അങ്ങോട്ട് ചെന്ന് ആ കാലയിലോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ബറബ്ബാസ് യേശുവിനെ ചൂണ്ടി പറഞ്ഞെന്നാണ് ചരിത്രം, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. ഇത് പറയാൻ ഒരാൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന രാത്രിയാണ്. ആ രണ്ട് കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയും ഇടത്ത് മരത്ത് നിൽക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. കർത്താവേ, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് വേണ്ടി നീ മരിച്ചെന്ന് പറയാൻ ഒരു നാവിവിടെ ഉയരുമെങ്കിൽ ശബ്ദം ഉയരട്ടെ ദൈവസന്നിധിയിൽ.
രാത്രി കാണുന്നു സ്വർഗം ഈ യോഗത്തിന് വിധ തുറന്നു നിൽക്കുകയാണ്. ന്യായവിധിയുടെ ദിനം കൈവിടപ്പെടേണ്ട ആത്മാക്കളുടെ നിലവിളി ഒരു ചെവി കൊണ്ട് കേൾക്കുന്ന ഭക്തന്മാർ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ശുദ്ധീകരണത്തിന് ദൈവസനെ സമർപ്പിക്കുന്ന രാത്രിയാകട്ടെ. ഈ രാത്രി ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി വരെ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങിയിട്ടില്ലേ? നിന്റെ ശരീരത്തിന്റെ വിടുതൽ സംഭവിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഈ രാത്രിയെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് വാ തുറന്ന് കർത്താവിനോട് പറ, കർത്താവേ, ന്യായവിധി ദിനം ഞാൻ കൈവിടപ്പെടരുത്. ന്യായവിധി ദിനം എനിക്ക് അവിടെ ബലത്തോടെ നിൽക്കണം. അഭിഷേകത്തിന്റെ ചൈതന്യം ഇന്ന് രാത്രി വ്യാപരിക്കുമ്പോൾ കർത്താവിന്റെ കരം ചില വ്യക്തികളെ വിടുവിച്ചെടുക്കുന്ന രാത്രിയാണ്. അഭിഷിക്തരായ ദൈവമക്കൾ ഒരുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. നിങ്ങളുടെ നാവിൽ ഉയരുന്ന പ്രാർത്ഥനയുടെ അധികാരം ഈ അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, പത്മോസിൽ ഇറങ്ങിയ ദൈവപുത്രന്റെ കരം ഈ രാത്രി യോഗത്തിൽ നിൽക്കുന്ന നെഞ്ചോട് കൈകൾ വെച്ചിരിക്കുന്ന നിന്റെ ശരീരത്തെ ഈ രാത്രി തൊടുകയാണ്. നിന്റെ വസ്ത്രത്തെക്കാൾ അടുക്കൽ യേശുവിന്റെ കരം ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇറങ്ങി നിന്നെ തൊടുന്ന രാത്രിയാണ്. കർത്താവിനോട് പറ, കർത്താവേ, ഞാനാണ് മരണയോഗ്യൻ, ഞാനാണ് മരണയോഗ്യൻ. രക്ഷ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ദാനം. രാത്രി പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരുടെ അവകാശമാണ് യേശുവിനെ ജനത്തിൽ സാക്ഷിക്കുന്ന വിശ്വാസ സ്നാനം. ഈ രാത്രി കർത്താവേ, നീ എനിക്കൊരു അവസരം തന്നാൽ അങ്ങയെ ജനത്തിൽ സാക്ഷിക്കത്തക്ക വിധം എന്റെ ജീവിതത്തെ ഞാൻ നിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുകയാണ്. എന്റെ ശ്വാസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ സത്യം അനുസരിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നെന്ന് പറയുന്ന എത്ര വ്യക്തികൾ ഇവിടെയുണ്ട്. കുഞ്ഞെ കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ കാച്ചി കുറുക്കുന്ന തൈലം നെറ്റിക്ക് പുരട്ടിയാൽ എണ്ണയുടെ മയമേ കിട്ടൂ. എന്നാൽ മുറിക്കകത്ത് പ്രാർത്ഥനയിൽ കാത്തിരുന്നാൽ അഭിഷേകത്തിന്റെ നിറവിനാൽ നിറയ്ക്കാൻ കഴിവുള്ള ഒരു കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, ആത്മവ്യാപാരത്താൽ എന്നെ നിറയ്ക്കണമേ. ഞാൻ ഇന്ന് രാത്രി വിശ്വാസത്താൽ കാണുന്നു ചില വ്യക്തികളെ സൗഖ്യമാക്കാൻ യേശുവിന്റെ കരം ഇതിനകത്ത് ചലിക്കുകയാണ്. ഈ ഒരു യോഗത്തിന്റെ കെട്ടുമായി യോഗത്തിന് വന്നു. ഈ യോഗത്തിനകത്ത് തന്നെ യേശുവിന്റെ കരം വിടുതലിനായി ചലിക്കുന്ന രാത്രിയാണ്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ വിടുതലിലേക്ക് രാത്രി നടത്തുകയാണ്. അഭിഷിക്തരായ ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈവെക്കാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതെ, കൈവെക്കാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ ചില രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഏറ്റവും പുറകിലത്തെ നിരമുതല ക്രിയ ഇന്ന് രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഞാൻ കടുങ്കെട്ടുകളെ അഴിച്ചു മാറ്റുകയാണ്. ഒരിക്കലും നിന്റെ കുടുംബം വിടുവിക്കപ്പെടാതിരിക്കത്തക്ക വിധം തിരികല്ലുകൾക്കിടയിൽ ഒരു ഗോതമ്പ് മണി അരയുന്നത് പോലെ നിന്റെ വാഗ്ദത്തത്തെ അരച്ചു കളയാൻ പോരാടുന്ന ചില രോഗത്തിന്റെ ശക്തികളെ ഈ രാത്രി അജനത്തിന്റെ വ്യാപാര ശക്തിയാൽ സ്വർഗം അഴിച്ചെടുക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കായി സംഭവിക്കട്ടെ. ആന്തരിക ബലഹീനതകളിലേക്ക്, ശരീരത്തിന്റെ കെട്ടുവീണ ബലഹീനതകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക് യേശുവിന്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ ധരിക്കുകയാണ്. നിന്റെ ജോലിയുടെ വിഷയത്തിൽ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങിച്ചെല്ലുന്ന രാത്രിയാണ്. ആ കരം രാത്രിയുടെ വിഷയത്തെ തൊടുകയാണ്. വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇതാ ഈ രാത്രി ഗ്രൗണ്ടിൽ ബലത്തോടെ ധരിക്കുന്നു. ആത്മാവിൽ വിളിച്ചു പറയും, രാത്രി എനിക്കൊരു ദൈവിക വിടുതൽ അനിവാര്യമാണ്. രാത്രി ഈ യോഗത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഞാൻ ഓർക്കുന്നു, മറിയാമ്മ എന്നൊരു സഹോദരി സിംഗപ്പൂരിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എതിരെ വന്ന ഒരു വണ്ടി അവളെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയേറ്റ് അവൾ വണ്ടിയുടെ മുൻപിൽ വീണു. ദേഹത്തുകൂടെ വണ്ടി കയറി ഇറങ്ങിയതുപോലെ 18ലധികം ഒടിവുകളും മുറിവുകളും. തിരിച്ച് ഹോസ്പിറ്റലിൽ ദീർഘ ദിവസങ്ങളുടെ സർജറികൾ. തിരിച്ചവൾ നാട്ടിൽ. കൊടിയ തലവേദന, നെറ്റിത്തടം മുതൽ കാൽപാദം വരെ മുറിവുകൾ, സ്റ്റിച്ചുകൾ. പക്ഷേ തലവേദന സഹിപ്പാൻ വയ്യ. തോർത്തെടുത്ത് തലയ്ക്ക് ചുറ്റും വലിച്ചു കെട്ടിയിട്ട് ജനാലകളിൽ തൂങ്ങിക്കിടന്ന് പലപ്പോഴും വേദനയിൽ പിടയുന്നുണ്ട്. അന്നൊരിക്കൽ കുമ്പനാട്ട് നടന്ന സുവിശേഷ യോഗത്തിൽ ജോൺ ഓസ്റ്റിൻ പ്രസംഗിക്കുമ്പോൾ അവൾ അവിടെ എത്തി. ആ യോഗത്തിലെ കർത്തൃദാസൻ വിളിച്ചു പറഞ്ഞു, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന് പറയാൻ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ രോഗത്തെ അഴിച്ചെടുക്കാൻ യേശുവിന്റെ കരം ചലിക്കുന്നു. അവൾ വേദനയുള്ള ഭാഗത്തെ കൈവച്ച് പറഞ്ഞു, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി രക്ഷാനിർണയം മാത്രമല്ല,
ഇന്ന് രാത്രിയിൽ വിശ്വാസ സ്നാനത്തിന് പ്രേരണ മാത്രമല്ല, ശരീരത്തെ ഗ്രസിക്കുന്ന രോഗത്തെ അഴിച്ചു മാറ്റാൻ ഉള്ള വിടുതലും ആ കരം ഇവിടെ ചെയ്യാതിരിക്കില്ല. അത് കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി. വേദന മാറിയില്ല. രാത്രിയിൽ അവൾ ഉറങ്ങുകയാണ്. അറിയാതെ പഴയ സ്റ്റിച്ചസിട്ട ഭാഗം ചെന്നി ചൊറിയാൻ തുടങ്ങി. ചൊറിച്ചിനിടയിൽ ചോര ഒഴുകാൻ തുടങ്ങി. അറിയാതെ ചെന്നി ചൊറിയുന്നു, ഇടയിൽ ചോര ഒഴുകുന്നു, വമിക്കുന്ന ചോര. അറിയാതെ കൈ രാത്രിയിൽ തറഞ്ഞപ്പോൾ എന്തോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ എഴുന്നേറ്റവൾ കണ്ണാടിയിലേക്ക് നോക്കി. കണ്ട കാഴ്ച, തലയ്ക്കകത്ത് നിന്ന് ഒരു ഗ്ലാസ് കഷണം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. 18 കൊല്ലം മുൻപ് ആക്സിഡന്റിൽ തലയ്ക്കകത്ത് കയറിയ ഗ്ലാസ് പീസിനെ കത്തി തൊടാതെ പുറത്തെടുത്ത ശസ്ത്രക്രിയാ വിദഗ്ധൻ ഇന്ന് രാത്രി ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. നിന്റെ വിഷയത്തെ തൊടാൻ ആ കരത്തിന് ഈ രാത്രി ശക്തിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ വിടുതലായ ആ കരം ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം ദൈവദാസ. എന്റെ വിഷയത്തിന് ദൈവത്തിന്റെ കരം ചലിച്ചേ മതിയാകുള്ളെന്ന് ആത്മാവിൽ കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കർത്തൃദാസന്മാരായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിൽക്കുന്ന നിൽപ്പിൽ വലത് കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം നിങ്ങളുടെ വിഷയത്തിന്റെ വിടുതലായി ചലിക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്റെ മുന്നിൽ നിൽക്കുന്ന അഭിഷിക്തന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിരവധി കരങ്ങൾ ഉയർന്നിരിക്കുമ്പോൾ ഇവരുടെ പ്രാർത്ഥനാ വിഷയത്തെ ഇന്ന് രാത്രി സ്വർഗ്ഗം ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ ഈ ഹോളിനകത്ത് അന്യഭാഷയിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന രാത്രിയാകണം. ഞാൻ വിശ്വസിക്കുന്നു ഈ ഹോളിനകത്ത് മാത്രമല്ല, ഈ ഹോളിന്റെ അടുത്ത ഹോളുകളിലേക്ക് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ കരം കടന്നു ചെല്ലുകയാണ്. നിന്റെ വിഷയത്തെ ഈ രാത്രി കർത്താവ് ഏറ്റെടുക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ഉയർത്തിയ കരങ്ങളോടെ നിലവിളിക്കുന്ന നിന്റെ പ്രാർത്ഥനാ വാചകങ്ങൾ സ്വർഗസിംഹാസനത്തിന് മുൻപിൽ അലയടിക്കുന്ന മിനിറ്റുകളിൽ നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗത്തിന്റെ ശക്തികൾ അടയാളത്തോടെ ആ ശരീരം വിട്ട് ആത്മമണ്ഡലത്തിന് അഴിയാൻ തുടങ്ങുകയാണ്. ഈ യോഗത്തിന്റെ മുൻനിര മുതൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഈ യോഗത്തിന്റെ പിന്നിര വരെ ദൈവശക്തി വ്യാപരിക്കുന്നു. അടുത്ത മുറികളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. തിരിച്ചറിയുന്നതിന്റെ മധ്യ കൂടാരം ആത്മമണ്ഡലത്തിൽ വിടുവിക്കപ്പെടട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നത് അറിയിച്ചവന്റെ നാമത്തിൽ ദൈവത്തിന്റെ സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധങ്ങളിൽ വയ്പ്പിച്ച് അവയെ കാൽകളിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്ന ഈ കരങ്ങളുടെ മേൽ ഇതുവരെ കാണാത്ത വിടുതലിന്റെ കരം വ്യാപരിക്കട്ടെ. വ്യക്തികളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന രോഗത്തിന്റെ ശക്തികൾ, ദൈവശക്തിയുടെ വ്യാപാരത്തെ തടയുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഈ മധ്യ ശരീരത്തിൽ നിന്ന് രാത്രി അടയാളത്തോടെ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അടയാളം വ്യക്തികൾക്കായി സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഈ വാക്യം വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ ആകാശങ്ങളിൽ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞാട്ടെ. മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞേ, മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്താ ഈ പ്രയോഗത്തിന്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കുന്ന ദൈവശക്തിയുടെ ദിവ്യ വ്യാപാരം. ദൈവത്തിന് സ്തോത്രം. നെഗറ്റീവ് ലൈനും പോസിറ്റീവ് ലൈനും ഒരുമിച്ച് ചേരുമ്പോൾ ഫിലമെന്റിൽ ലൈറ്റ് കത്തുന്നത് പോലെ നിന്നിൽ വ്യാപരിക്കുന്ന ആത്മവ്യാപാരത്തിന്റെ നെഗറ്റീവ് പവറും കാഹളധ്വനിയുടെ പോസിറ്റീവ് പവറും ഒരുമിച്ച് ചേരുമ്പോൾ നീ മുറിക്കകത്തായാലും കിടക്കയിലായാലും വഴിവക്കിലായാലും പുഴവക്കിലായാലും ദൈവശക്തിയുടെ വ്യാപാരത്താൽ ഈ പ്രകൃതിയെ ഭേദിച്ചുകൊണ്ട് എടുക്കപ്പെടുന്ന